രണ്ടും പരീക്ഷണമാണ് എന്നാണ് അല്ലാഹു പറഞ്ഞത്. നിഅമതാൻ, രണ്ട് അനുഗ്രഹങ്ങൾ. മഗ്ബൂനുൻ ഫീഹിമാ കസീറും മിനന്നാസ്, ബഹുഭൂരിഭാഗം ജനങ്ങളും ആ ഒരു പരീക്ഷണത്തിൽ വഞ്ചിതരാവുന്നുണ്ട്. ഏതാണ് ആ നിഅമത്ത്? ഒന്നാമത്തേത് ആരോഗ്യമാണ്, രണ്ടാമത്തേത് ഒഴിവ് സമയമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോഗ്യ സമയത്ത് അള്ളാഹുവിനെ ഓർക്കാൻ നമ്മൾക്ക് സമയം കിട്ടുന്നില്ല. തഹജ്ജുദ് തുടങ്ങുന്നത്, തസ്ബീഹ് തുടങ്ങുന്നത്, ഖുർആൻ തുടങ്ങുന്നത്, പള്ളിക്ക് പോകാൻ തുടങ്ങുന്നത് നമ്മുടെ യുവത്വം കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴാണ്. അല്ലേ? തഹജ്ജുദ് നിസ്കരിക്കാൻ തുടങ്ങുന്നത് എപ്പോഴാണ്? 15 വയസ്സ് മുതൽ ആരാ തഹജ്ജുദ് നിസ്കാരം ശീലിക്കുന്നത്? 15 വയസ്സ് മുതൽ ആരാണ് കൃത്യമായി പള്ളിക്ക് പോവാൻ ശീലിക്കുന്നത്? 15 വയസ്സാകുമ്പോഴേക്കും ദിവസവും ഖുർആൻ ഓതാൻ ആരാണ് ഇവിടെ ശീലിക്കുന്നത്? ഇല്ല. 40 കഴിഞ്ഞ് 50 കഴിഞ്ഞ് 60 താടിയും മുടിയും നരബാധിച്ചു തുടങ്ങുമ്പോഴാണ്, അഥവാ പഴയതുപോലെ ഒന്നെണീറ്റ് ഓടാനും ചാടാനും കഴിയാതിരിക്കുമ്പോഴാണ് നിസ്കാരത്തെ കുറിച്ച് ആലോചിക്കുന്നത്, തഹജ്ജുദിനെ കുറിച്ച്, ഫർള് നിസ്കാരങ്ങളെ കുറിച്ച് ആലോചിക്കുന്നത്. എന്തുകൊണ്ട്? അവന്റെ ആരോഗ്യ സമയത്തിൽ അവൻ വഞ്ചിതനാണ്. ആ ആരോഗ്യം അല്ലാഹു പരീക്ഷണമായി നൽകിയതാണ്. പക്ഷേ പരീക്ഷണങ്ങളിൽ പലരും പരാജയപ്പെടുന്നുണ്ട്. കാരണം അല്ലാഹുവിനെ ഒരു ആബിദായ വയസ്സനേക്കാളും അല്ലാഹുവിന് ഇഷ്ടം ആബിദായ ചെറുപ്പക്കാരനെയാണ്. വയസ്സായ ഒരു വെല്ലുമ്മ വലിയ ആബിദത്തായ വെല്ലുമ്മയാണ്. അങ്ങനെ ഒരു വെല്ലുമ്മയെക്കാളും അല്ലാഹുവിന് ഇഷ്ടം യുവതിയായ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണിനെയാണ്. അതേപോലെ തന്നെ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം തൗബ ചെയ്യുന്ന ചെറുപ്പക്കാരനെയാണ്. അല്ലാഹുവിന് ഏറ്റവും ദേഷ്യം തെറ്റ് ചെയ്യുന്ന വയസ്സനെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മഹാന്മാരായ സ്വഹാബാക്കൾ ഉദ്ധരിക്കുന്നുണ്ട്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം തൗബ ചെയ്യുന്ന യുവാക്കളെയാണ്. അല്ലാഹുവിന് ഏറ്റവും കോപം തെറ്റ് ചെയ്യുന്ന വയസ്സന്മാരെയാണ്. അഥവാ ആരോഗ്യം നഷ്ടപ്പെട്ടിട്ടും ആരോഗ്യത്തിന്റെ വിലയറിഞ്ഞ് അല്ലാഹുവിനേക്ക് മടങ്ങാത്ത ആളുകൾ. അതേപോലെ തന്നെയാണ് ഒഴിവ് സമയം. ഒഴിവ് സമയത്ത് നമ്മൾ വെറുതെ കളിച്ചിരിക്കും. ഒഴിവ് സമയം നമ്മൾ അല്ലാഹുവിന് വേണ്ടി ചെലവഴിക്കാൻ ശ്രമിക്കൂല. ഉദാഹരണം പറഞ്ഞാൽ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവരാണ്. നമ്മുടെ നാട് പോലെ തന്നെ പരീക്ഷ മാർച്ചിൽ തന്നെയാണോ എക്സാം ഒക്കെ? SSLC പ്ലസ് ടു ഒക്കെ അല്ലേ? മാർച്ച് ആകുമ്പോഴേക്കും SSLCയും പ്ലസ് ടുവിന്റെയും പരീക്ഷകൾ നടക്കും. സ്റ്റഡി ടൈം കൊടുക്കും അധ്യാപകന്മാർ പഠിക്കാൻ വേണ്ടി. ഒരു മാസത്തോളം കൊടുക്കും. ആ സമയത്ത് പുസ്തകം തൊട്ടു നോക്കൂല, കളിച്ചു നടക്കും, മൊബൈൽ കളിക്കും, ക്രിക്കറ്റ് കളിച്ച്, ഫുട്ബോൾ കളിച്ച് സമയം ചെലവഴിക്കും. എന്നാൽ പരീക്ഷ നാളെയാണ് എങ്കിൽ ഇന്ന് രാത്രിയല്ലേ പുസ്തകം എടുത്തു നോക്കുന്നത്? നാളെ പരീക്ഷ. ഒരു മാസം ഫ്രീ സമയമായിരുന്നു. പഠിച്ചിരുന്നെങ്കിൽ പുസ്തകം തുടക്കം മുതൽ ഒടുക്കം വരെ കാണാതെ പഠിക്കാനുള്ള സമയമുണ്ടായിരുന്നു. കാണാതെ ബൈഹാർട്ട് ചെയ്യാനുള്ള സമയമുണ്ടായിരുന്നു. ഒരു മാസം ഷെഡ്യൂൾ ചെയ്തു. ആ സമയത്തിന്റെ ഒഴിവ് സമയത്തിന്റെ വില മനസ്സിലാക്കാതെ ആ സമയം വഞ്ചിതരായി കളിച്ചു ചിരിച്ചു നടന്നു. എന്നിട്ട് അവസാനം പരീക്ഷയുടെ തലേ ദിവസം പുസ്തകമെടുത്ത് പഠിച്ചോനെ പഠിച്ചു തീരുന്നില്ലല്ലോ, അന്ന് രാത്രി ഉറക്കൊഴിക്കും, നന്നായി ഉറക്കൊഴിക്കും, 12 മണി വരെ 1 മണി വരെയൊക്കെ പഠിക്കും. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? പിറ്റേ ദിവസം പരീക്ഷാ ഹാളിൽ പോയി നന്നായി തല ഇങ്ങനെ ആട്ടി ഉറങ്ങും. സംഭവിക്കുക രാത്രി ഉറങ്ങാതെ മുമ്പത്തെ ദിവസം പരീക്ഷാ ഹാളിൽ പോയിട്ട് നന്നായിട്ട് ഉറങ്ങും. നല്ല ഓർമ്മക്കുണ്ടോ പഠിച്ചത്, പക്ഷെ ഉറക്ക് വന്നിട്ട് എഴുതാൻ കഴിയില്ല. ഉറക്കം വന്നാൽ പിന്നെ എഴുതുമ്പോ ഒരു വിഷയം എഴുതിട്ടുണ്ടാവും. എന്നിട്ട് ഉറക്കം ഒരാട്ടം കഴിഞ്ഞിട്ട് അടുത്ത് എഴുതുമ്പോ വേറെ ഏതെങ്കിലും പേരിലായിരിക്കും ഇത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയം വന്നിട്ടുണ്ടാവും. രാത്രി ഉറങ്ങാതെ പഠിച്ചാൽ ഇങ്ങനെ ഒരു പ്രശ്നം വരും. അതുകൊണ്ട് രാത്രി ഉറങ്ങാതെ ആരും പഠിക്കണ്ട. 10 മണിക്ക് ഉറങ്ങണം. എന്നിട്ട് ഒരു 5 മണി 4 മണി സുബഹിക്ക് മുമ്പ് എണീച്ചിട്ട് പിന്നെ പഠിച്ചോളി. രാത്രി ഉറങ്ങാതെ പഠിച്ച ആളുകൾ എന്തായാലും പരീക്ഷ ഹാളിൽ ഉറങ്ങാതിരിക്കൂല, ഉറക്കം വരും.
പഠിക്കാനാണ് വളരെ നേരത്തെ സമയം അനുവദിച്ചു തരുന്നത്. ആ സമയത്ത് നമ്മൾ വഞ്ചിതരായി നമ്മൾ കളിച്ചു തീർക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെയാണ് ഓരോ മനുഷ്യരുടെയും അവസ്ഥ. ഒഴിവ് സമയങ്ങളിൽ അല്ലാഹുവിലേക്ക് അടുക്കാൻ നമ്മൾക്ക് സമയം ലഭിക്കുന്നില്ല. പിന്നെ തിരക്കാകുമ്പോഴേക്കും നല്ല തിരക്ക് തുടങ്ങിയാലോ അപ്പൊ സമയം കിട്ടൂല. സമയം ഉണ്ടാകുമ്പോ ചെയ്യുന്നില്ല, തിരക്കാകുമ്പോ സമയം കിട്ടുന്നില്ല. ആരോഗ്യം ഉണ്ടാകുമ്പോ ചെയ്യുന്നില്ല, ആരോഗ്യം നഷ്ടപ്പെടുമ്പോ ചെയ്യാൻ കഴിയുന്നില്ല. അല്ലെ, 40 വയസ്സ് വരെ നമ്മൾ ചെയ്യുന്നില്ല, ആരോഗ്യമുണ്ട്, എന്തിനുള്ള ആരോഗ്യമുണ്ട്, ചെയ്യൂല. 60 വയസ്സ് കഴിഞ്ഞാൽ എല്ലാം ചെയ്യണമെന്നുള്ള പൂതിയുണ്ട്, പക്ഷെ ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആരോഗ്യവും ഒഴിവ് സമയവും അല്ലാഹു നൽകുന്ന പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിൽ വിജയിക്കുക എന്ന് പറയുന്നത് അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതേപോലെ തന്നെയാണ് സമ്പാദ്യവും ദാരിദ്ര്യവും അല്ലാഹു നൽകുന്ന പരീക്ഷണമാണ്. ഒരാൾക്ക് അല്ലാഹു സമ്പത്ത് നൽകും, അത് പരീക്ഷണമാണ്, അവനോടുള്ള ഇഷ്ടം കൊണ്ട് കൊടുത്തതല്ല. ഒരാൾ അല്ലാഹു ദരിദ്രനാക്കി, ഫക്കീറാക്കി, പട്ടിണിയാക്കി, അതും പരീക്ഷണമാണ്. അല്ലാഹു അയാളോട് ദേഷ്യം കൊണ്ട് കൊടുത്തതല്ല. എന്താണ് ഒരു മുതലാളിയുടെ പരീക്ഷണം? മുതലാളിയുടെ പരീക്ഷണം എന്ന് പറയുന്നത് അല്ലാഹു നൽകിയ സമ്പാദ്യങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ അവർ ചെലവഴിക്കുന്നുണ്ടോ അല്ലാഹു നോക്കുന്നുണ്ട്. വഅദ് നടക്കുന്നുണ്ട് വർഷത്തിൽ ഒരു തവണ. നമ്മുടെ കുട്ടികൾ ഇവിടെ എന്തൊക്കെയോ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. IMS എന്ന് പറയുന്ന മുസ്ലിം സംഘം, ഇർഷാദുൽ മുസ്ലിമീൻ സംഘം, എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ. എത്രയോ കുട്ടികൾക്ക് സ്കോളർഷിപ്പിനുള്ള സംഖ്യ, വിധവകളായ ആളുകൾ, പെൻഷൻ കൊടുക്കുന്ന ആളുകൾ, ഇങ്ങനെ കഴിവിന്റെ പരമാവധി ആളുകളെ പഠിക്കാനും മറ്റുള്ള വിഷയങ്ങളിലെല്ലാം നമ്മുടെ യുവാക്കൾ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്തരം ചെറുപ്പക്കാരെ സമീപിച്ച് അല്ലാഹു നിനക്ക് നൽകിയ സമ്പാദ്യങ്ങളിൽ നിന്ന് നീ എത്ര കൊടുക്കുന്നുണ്ട്, അല്ല കൊടുക്കാതെ മാറി നിൽക്കുന്നുണ്ടോ എന്ന് അല്ലാഹു നിന്നെ പരീക്ഷിക്കുകയാണ്. കൊടുത്താൽ അല്ലാഹു നിനക്ക് കൂടുതൽ തരും. നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുത്താൽ അല്ലാഹു കൂടുതൽ തരുമെന്നാണ് പറഞ്ഞത്. ഇൻ തുഖ്രിദുല്ലാഹ ഖർളൻ ഹസനാ, നല്ല കടം കൊടുത്താൽ യുളാഇഫുഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് ഇരട്ടി പകരം തരുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. നല്ല കടം കൊടുത്താൽ യുളാഇഫുഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് നല്ല കടം തരുമെന്നാ പറഞ്ഞത്. അതേപോലെ തന്നെ മുഅ്മിനീങ്ങളെ, വലഇൻ ശകർതും ലഅസീദന്നകും, എനിക്ക് ശുക്ർ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ തരാം. എന്താണ് ഒരു മുതലാളിയുടെ ശുക്ർ? അയാളുടെയും അയാളുടെ മക്കളുടെയും കുടുംബത്തിന്റെയും ചെലവ് കഴിഞ്ഞ് മിച്ചമുള്ളത് ഓരോ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് നൽകുക. മക്കൾക്കുള്ള ഭക്ഷണം കഴിഞ്ഞു, മക്കൾക്കുള്ള പഠനത്തിന്റെ ചെലവ് കഴിഞ്ഞു, വസ്ത്രത്തിന്റെ ചെലവ് കഴിഞ്ഞു, മിച്ചമുള്ളത് നാട്ടിൽ ഭക്ഷണം ലഭിക്കാത്തവർ, പഠിക്കാൻ കഴിയാത്തവർ, രോഗികളായ ആളുകൾ, വസ്ത്രമില്ലാത്ത ആളുകൾ, ഇങ്ങനെ ഇത്തരം ആളുകളെ സഹായിക്കുക എന്നുള്ളതാണ് അല്ലാഹു അവർക്ക് നൽകുന്ന പരീക്ഷണം. ഇവിടെ പരാജയപ്പെട്ടു പോയാൽ എന്റെ പരീക്ഷണങ്ങളിൽ പരാജയപ്പെട്ട് നന്ദി ചെയ്യുന്നതിന് പകരം സത്യനിഷേധം, നിങ്ങൾ നന്ദി കേട് കാണിച്ചാൽ എന്റെ ശിക്ഷ ഭയാനകമായ ശിക്ഷയായിരിക്കുമെന്ന്, ഞാൻ നിങ്ങളെ വെറുതെ വിടൂല എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പൊ മുതലാളിയുടെ പരീക്ഷണം എന്നുള്ളത് എത്രത്തോളം നിങ്ങളുടെ സമ്പാദ്യം പാവങ്ങളെ നിങ്ങളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഒരു ദരിദ്രന്റെ പരീക്ഷണം എന്താണ്? ദരിദ്രനായ ഒരാളുടെ പരീക്ഷണം എന്താണ്? അയാൾ ആലോചിക്കണം. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 വർഷത്തോളം ശഅബാബി ത്വാലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ അല്ലാഹുവിന്റെ ഹബീബ് പട്ടിണി കിടന്നിട്ടുണ്ട്. ഭക്ഷണമില്ല, എല്ലാം ഭക്ഷണവും വെള്ളവും എല്ലാം ശത്രുക്കൾ ഉപരോധിച്ചു. ആ മലയിലേക്ക് സഹായം നൽകാൻ ആരെയും അനുവദിച്ചില്ല. ഏതുപോലെ GCC രാജ്യങ്ങളിൽ പ്രമുഖ രാജ്യങ്ങളൊക്കെ ഖത്തറിനെ ഉപരോധിച്ചതുപോലെ ഈ മലഞ്ചെരുവിലേക്ക് ഭക്ഷണങ്ങളും സഹായങ്ങളും നൽകാൻ കുടുംബക്കാരെ പോലും അനുവദിച്ചില്ല. ഒരുപാട് വർഷങ്ങളോളം, 2-3 വർഷങ്ങളോളം ശഅബാബി ത്വാലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ ഭക്ഷണം കിട്ടാതെ പച്ചിലകൾ കഴിച്ചു പരിശുദ്ധ റസൂലുള്ളാഹി. പച്ചിലകൾ, ആടുകൾ കഴിക്കുന്നത് പോലെ പച്ചിലകൾ കഴിച്ചു. എന്നിട്ട് ആട് കാഷ്ടിക്കുന്നത് പോലെ അവർ കാഷ്ടിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. ആട് കാഷ്ടിക്കുന്നത് പോലെ മനുഷ്യന്മാർ കാഷ്ടിച്ചു.
ഇതിലെന്താ അത്ഭുതം? ആട് തിന്നുന്നത് മനുഷ്യൻ തിന്നാൽ ആട് കാഷ്ടിക്കുന്നത് പോലെ മനുഷ്യൻ കാഷ്ടിക്കും. മനുഷ്യൻ തിന്നത് ആട് തിന്നാലോ മനുഷ്യന്മാർ കാഷ്ടിക്കുന്നത് പോലെ ആടും കാഷ്ടിക്കും. അതുപോലെ 3 വർഷത്തോളം ആട് തിന്നുന്നത് പോലെ പച്ചിലകളാണ് കഴിച്ചത്. അങ്ങനെ ആട് കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിച്ചു എന്നാണ്. അതിനിടയിൽ മൂത്രമൊഴിക്കാൻ വേണ്ടി ഒരു സഹാബി പുറത്തിറങ്ങി. മൂത്രമൊഴിക്കുന്ന സമയത്ത് വെള്ളമുറ്റി വീഴുന്ന സമയത്ത് ഒരു തൊലിക്കട്ടി, ഒരു തോല്, ഒരു ചർമ്മം, ഒരു ആടിന്റെ തോല്, അതിലേക്ക് മൂത്രം വീഴുമ്പോൾ ഒരു ശബ്ദം കേട്ടു. സ്വാഭാവികമായിട്ട് ഒരു ഉണങ്ങിയ ഇലയിലേക്ക് വെള്ളം വീഴുമ്പോൾ ഒരു ശബ്ദം കേൾക്കും ഇല്ലേ? ഉണങ്ങിയ ഇലയിലേക്ക് വെള്ളം വീണാൽ ഒരു ശബ്ദം കേൾക്കൂലേ? അങ്ങനെ മൂത്രമൊഴിക്കുമ്പോ ഒരു തോലിലേക്ക് മൂത്രം വീണു. അപ്പൊ ശബ്ദം കേട്ട് ഇങ്ങനെ ആ വെള്ളം വീഴുന്ന ശബ്ദം കേട്ടു. അപ്പൊ എടുത്തു നോക്കുമ്പോ അതൊരു തോലാണ്, ഒരു മൃഗത്തിന്റെ തോലാണ്. എന്ത് ചെയ്തു എന്നറിയോ? അതിനെ കഴുകി വേവിച്ച് അതിനെ ഭക്ഷണം കഴിച്ചു മഹാന്മാരായ സ്വഹാബാക്കൾ. മിനിങ്ങളെ പട്ടിണിയാണ് അവിടെ. പട്ടിണിയാകുമ്പോ താൻ മൂത്രമൊഴിക്കുന്ന സ്ഥലത്ത് വീണ് കിടക്കുന്ന തോലെടുത്തിട്ട് അതിനെ കഴുകി വൃത്തിയാക്കി വേവിച്ച് വിശപ്പെടുക്കാൻ വേണ്ടി ഭക്ഷണം കഴിച്ചവരാണ് മഹാന്മാരായ സ്വഹാബാക്കൾ. ഇതൊക്കെ കാണുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 മാസക്കാലം ഈത്തപ്പഴവും വെള്ളവും കുടിച്ച് ജീവിച്ചു എന്നത് നമ്മൾക്കറിയാം. ദരിദ്രരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള പരീക്ഷണം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 മാസക്കാലം 3 മാസക്കാലമൊക്കെ അടുപ്പത്ത് തീ പുകയാതെ വെള്ളവും ഈത്തപ്പഴവും മാത്രം കുടിച്ചു ജീവിച്ചു എന്നാണ് ഹദീസുകളിലുള്ളത്. അങ്ങനെ കഷ്ടം അനുഭവിച്ച ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? 2 മാസം വെള്ളവും ഈത്തപ്പഴം മാത്രം നിന്ന് ജീവിച്ചവർ ഉണ്ടോ? തേയില കഴിച്ചിട്ട് ജീവിച്ചാരെങ്കിലും ഉണ്ട്? തേയില മാത്രമേ നമ്മുടെ നാട്ടിലുള്ളൂ, വേറൊന്നും കഴിക്കാനില്ല. തേയില കഴിച്ചിട്ട് ആടിനെ പോലെ പശുക്കളെ പോലെ കാഷ്ടിച്ചവരുണ്ടോ? പോലെ കാട്ടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു വിഭാഗം ആളുകൾ ഇങ്ങനെ ആരാധിക്കുമായിരുന്നു. അപ്പോ അതൊന്നുമില്ല അല്ലെ? അങ്ങനൊന്നുമില്ല. എല്ലാരും സുഖമായി ജീവിക്കുന്നവരാണ്. എന്നിട്ട് പോലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ സ്വതക്ക ചെയ്യാൻ അതിന്റെ 7 അയലത്ത് പോലും എത്താൻ നമ്മൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാഹു നമ്മൾക്ക് കൊടുക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മൾക്ക് കൊടുക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ദരിദ്രനായ ഫഖീറായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആലോചിക്കേണ്ടത് അല്ലാഹുവിന്റെ ഹബീബിനെയാണ് ഇത്ര പട്ടിണിയാ കിടന്നത്. ഓർമ്മയില്ലേ ഖൈബർ യുദ്ധ ദിവസം മഹാന്മാരായ സ്വഹാബാക്കളൊക്കെ കടന്നു വന്നിട്ട് യാ റസൂലല്ലാഹ്, പാറ പൊട്ടിക്കാൻ കഴിയുന്നില്ല, ഞങ്ങളെല്ലാം പട്ടിണിയാണെന്ന് പറഞ്ഞ് തന്റെ വസ്ത്രം പൊക്കി വയറ്റത്ത് കെട്ടിവെച്ചിരിക്കുന്ന കല്ല് കാണിച്ചു കൊടുത്തപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെക്കാൾ 2 കല്ല് കൂടുതൽ കെട്ടിവെച്ചിട്ടുണ്ട്. പക്ഷെ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ പട്ടിണിയാണെന്ന്. സ്വഹാബാക്കളോട് പറഞ്ഞില്ല, അല്ലാഹുവിനെ അറിയിച്ചിട്ടുള്ളൂ. പക്ഷെ അവര് കാണിച്ചു കൊടുത്തപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, എന്റെ വേറെ നിങ്ങൾ നോക്കൂ, ഞാൻ 3 കല്ല് വെച്ചിട്ടുണ്ട്. എന്തിനാ ഈ കല്ല് വെക്കുന്നത്? നിങ്ങൾക്ക് ആ ചരിത്രം കേട്ടിട്ടുണ്ടാവും, കല്ല് വെച്ചു. എന്തിനാ ഈ കല്ല് വെക്കുന്നറിയോ? വിഷന്നാൽ മനുഷ്യൻ ബെൻഡാവും. വേറൊന്നുമില്ലെങ്കിൽ മനുഷ്യൻ എന്താ? ഇങ്ങനെയുള്ള മനുഷ്യൻ ഇങ്ങനെയാവും. നിങ്ങൾ സോമാലിയ അതുപോലെയുള്ള രാജ്യത്തിലുള്ള വിശന്ന് വലയുന്ന ആളുകളെ കണ്ടാൽ മതി, അവരിങ്ങനെ ബെൻഡാവും. വയറ്റിലൊന്നുമില്ല, നമ്മളൊന്നും വിശപ്പ് സഹിച്ചിട്ടില്ല, ഇങ്ങനെ ബെൻഡാവും. ഒരു മനുഷ്യന്റെ നട്ടെല്ല് നിവർന്നു നിൽക്കണമെങ്കിൽ ഒരു 2-3 ഉരുളകൾ മതി എന്ന് നബി തങ്ങൾ പറയുന്നുണ്ട്. ആ 2-3 ഉരുളകൾ കിട്ടിയില്ലെങ്കിലോ നട്ടെല്ല് നിവർന്നു നിൽക്കൂല, അത് ബെൻഡാവും. അത് ബെൻഡായാലും പിന്നെ ബാലൻസ് കിട്ടൂല. ആ ബാലൻസ് കിട്ടൂല, അവ വീണു. അവ എന്ത് ചെയ്യും? ബെൻഡാവാതിരിക്കാൻ വേറ്റത്ത് ഇങ്ങനെ കല്ല് വെച്ചിട്ടു, ബെൻഡാവാതിരിക്കാൻ. വിശപ്പ് കാരണം. ഇങ്ങനെയാണ് മഹാന്മാർ ജീവിച്ചത്. ഈ ഒരു പ്രയാസം നമ്മൾ ആരും അനുഭവിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഞാനൊരു ദരിദ്രനാണ്, അള്ളാഹുവിന്റെ ഹബീബ് അനുഭവിച്ചതുപോലെയുള്ള പ്രയാസം ഞാൻ അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടുന്നത് മോശമാണ്, മറ്റൊരാളുടെ മുമ്പിൽ യാചിക്കുന്നത് മോശമാണ്, ബെഗ് ചെയ്യുന്നത് മോശമാണ്. മുകളിലുള്ള കൈയാണ് താഴെയുള്ള കൈയിനെക്കാളും നല്ലതെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ മുകളിലുള്ള കൈയിന്റെ പ്രത്യേകത? എന്താ മുകളിലുള്ള കൈയിന്റെ പ്രത്യേകത? എന്താ?
മുകളിലുള്ള കൈ കൊടുക്കുന്ന കൈയാണ്, താഴെയുള്ള കൈ വാങ്ങുന്ന കൈയാണ്. നിങ്ങളുടെ കൈകൾ താഴെയാവരുത്, മുകളിലാവണം. നിങ്ങൾ കൊടുത്തു ശീലിക്കണം, വാങ്ങിച്ചു ശീലിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സംഘാടകരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഈ നാട്ടിൽ ഒരു വിദ്യാഭ്യാസ വിപ്ലവം സൃഷ്ടിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. നിങ്ങൾ പഠിക്കാൻ കഴിയാതെ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന മക്കളെ എവിടെ നിന്നൊക്കെ നാട്ടിൽ നിന്നുള്ള മുതലാളിമാരൊക്കെ സമീപിച്ച് പൈസ സ്വരൂപിച്ച് അവരെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പൈസ ചെലവഴിക്കണം. മനസ്സിലായോ? നിങ്ങളുടെ ഈ വാഴ കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്ന മിച്ചമായ വല്ല സംഖ്യയുമുണ്ടെങ്കിൽ അത് വളരെ പ്രധാനമായി നമ്മുടെ നാട്ടിലുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും പഠനത്തിന്റെ ചെലവിന് വേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. പിന്നെ ആരോഗ്യമുള്ള ആളുകളെ നിങ്ങൾ സഹായിക്കണ്ട, അവരെ നിങ്ങൾ ജോലി ചെയ്യാൻ പഠിപ്പിച്ചാൽ മതി. ഭർത്താവ് നഷ്ടപ്പെട്ടു, മക്കളില്ലാതെ ഒറ്റപ്പെട്ടു പോയ ജോലി ചെയ്യാൻ കഴിയാത്ത വിധവകളാണെങ്കിൽ അവരെ സഹായിക്കണം. ഭർത്താവും പിതാവും മാതാവും ഒക്കെ നഷ്ടപ്പെട്ട് യതീമക്കളായ പിഞ്ചു കുഞ്ഞുങ്ങളെ സഹായിക്കണം. ആരുമില്ല, ആരോഗ്യമില്ല, രോഗിയായി കിടക്കുകയാണ്, മക്കളില്ല, കുടുംബങ്ങളില്ല, അതുപോലെയുള്ള ആളുകളെ സഹായിക്കണം. അതല്ലാതെ കൈയും കാലും ആരോഗ്യവുമുള്ള ആളുകളെ നിങ്ങൾ തീറ്റിപ്പോറ്റേണ്ട ആവശ്യമില്ല. അവർക്ക് പൈസ കൊടുത്തവരെ സഹായിക്കേണ്ട ആവശ്യമില്ല. അവരെ നിങ്ങൾ ഏത് രീതിയിലാണ് അവരെ സഹായിക്കേണ്ടതെന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് ഒരാൾ വന്നു. യാ റസൂലല്ലാഹ്, വല്ലതും തരണേ നബിയേ. നബി തങ്ങൾ ചോദിച്ചു, ഇങ്ങോട്ട് വാടാ, എന്തൊക്കെ എന്റെ വീട്ടിൽ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചു. എന്റെ വീട്ടിൽ 2-3 പുതപ്പുണ്ട്. ആ പുതപ്പ് ഇങ്ങോട്ട് കൊണ്ടുവന്നു. നബി തങ്ങൾ കച്ചവടം ചെയ്യാൻ, ഈ പുതപ്പ് ആരാ ഇത് വാങ്ങാ? ഞാനൊരു പുതപ്പ് വിൽക്കാൻ, ആരാ ഇത് വാങ്ങാന്ന് വെച്ചു. അപ്പൊ സ്വഹാബാക്കൾ പറഞ്ഞു, 1 ദിർഹമിന് ഞാൻ വാങ്ങാന്ന് പറഞ്ഞു. പോരാ, കൂടുതൽ ആര് തരും വെച്ചു. കൂടുതൽ ആര് തരും? അപ്പൊ ഒരു സ്വഹാബി പറഞ്ഞു, ഞാൻ 2 ദിർഹമിന് വാങ്ങിക്കാം. അയാൾ കൊടുത്തു. 2 ദിർഹം അല്ലാഹുവിന്റെ ഹബീബ് ഇയാളെ കയ്യിൽ കൊടുത്തു. 1 ദിർഹം ഇന്നത്തേക്കുള്ള ഭക്ഷണം ഭാര്യയ്ക്കും മക്കൾക്കും വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോകണം. 1 ദിർഹമിന് ഒരു പിക്കാക്സ് വേണം, മഴു വാങ്ങണം. ആയിക്കോട്ടെ, നാളെ മുതൽ വ്യാജിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പാടില്ല. ഈ പിക്കാക്സും മഴു എടുത്തിട്ട് കാട്ടിൽ പോകണം. എന്നിട്ട് അവിടെ നിന്ന് മരങ്ങൾ വെട്ടി അതിനെ കെട്ടാക്കി അങ്ങാടിയിൽ വന്ന് കച്ചവടം നടത്തണം. അതിലേക്ക് പൈസ കിട്ടും. ആ പൈസ എന്റെ കുടുംബത്തിന്റെ ചെലവിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. അതല്ലാതെ ദിവസവും വന്നിട്ട് വല്ലതും തരണേ എന്ന് പറഞ്ഞ് നടക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വഹാബി എങ്ങനെ ചെയ്തു? 1 ദിർഹം കൊണ്ട് കുടുംബത്തിലേക്കുള്ള ഭക്ഷണം കൊടുത്തു. 2ാമത്തെ ദിർഹം അയാൾക്ക് സ്വന്തമായി നിലനിൽക്കാനുള്ള വഴിയാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തത്. അയാൾക്ക് സ്വന്തമായി ഏൺ ചെയ്യാൻ, സ്വന്തമായി സമ്പാദിക്കാനുള്ള വഴിയാണ് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു കൊടുത്തത്. അതല്ലാതെ ഒരു പിരിവുകാർ വരുമ്പോ നാട്ടുകാരൊക്കെ വിളിച്ചിട്ട് വരൂ എല്ലാരും 1000 കൊണ്ടാന്ന് പറഞ്ഞ് 1000 വാങ്ങി നോട്ട് കെട്ടി ഇങ്ങനെ അട്ടി വെച്ചിരുന്ന പിടിച്ചോ, അയാൾ അതുകൊണ്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ട് അത് തീരുമ്പോ വീണ്ടും വരും. അത് തീരുമ്പോൾ അയാൾ വീണ്ടും വരും. അപ്പൊ വീണ്ടും നമ്മൾ പിരിവെടുക്കണം. അത് വേണ്ട, ആ പരിപാടി വേണ്ട, ആ പ്രോസസ് വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം? ആരോഗ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യാൻ അയാളെ പഠിപ്പിക്കണം. എന്നോട് സംഘാടകർ പറഞ്ഞു, സ്റ്റിച്ച് ചെയ്യാൻ, തുന്നാൻ താല്പര്യമുള്ള, തുന്നാൻ അറിയുന്ന ആളുകൾക്ക് ഞങ്ങള് ടൈലറിംഗ് പണിയെടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് മെഷീൻ വാങ്ങിച്ചു കൊടുക്കും. അതല്ലാത്തവർക്ക് ഞങ്ങൾ ആട് വാങ്ങിച്ചു കൊടുക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു വളരെ. പൊതുവെ അങ്ങനെയല്ല ഉണ്ടാവാറുള്ളത്. നാട്ടുകാരിൽ നിന്നെല്ലാം പിരിച്ചിട്ട് ഇങ്ങനെ മാസം 1000 വെച്ചു കൊടുക്കും. നാട്ടുകാരിൽ നിന്നൊക്കെ പിരിച്ചിട്ട് എല്ലാ മാസവും 1000 ഇങ്ങനെ വെച്ചു കൊടുക്കും. അത് നല്ലതല്ല. എത്ര കാലം നമ്മൾക്ക് പിരിക്കാൻ പറ്റും? എത്ര കാലം നമ്മൾക്ക് പിരിച്ചു കൊടുക്കാൻ പറ്റും ആളുകൾക്ക്? അതിന് പകരം 2 ആട് വാങ്ങിച്ചു കൊടുത്തു. ആ ആടിനെ നന്നായി വളർത്തി, ആട് പ്രസവിച്ചു, അതിനെ വിറ്റാൽ എത്ര പൈസ? ഒരു ആടിന് എത്ര പൈസ? ചെറിയ പൈസ ആണ്. 5000, 6000, 10000 ആടിന്റെ പൈസ. ആട് പെട്ടെന്ന് അങ്ങോട്ട് പ്രസവിച്ചു കൂടും. ആടിന്റെ പാല് പൈസക്കാരനായില്ലേ? ഒരു ആട് വാങ്ങിച്ചു കൊടുത്താൽ പൈസക്കാരനായില്ലേ? നിങ്ങൾ ഇങ്ങനെ എപ്പോഴും 1000ഉം 500ഉം ഇങ്ങനെ 600ഉം പെൻഷൻ കൊടുത്തിട്ട് എന്താ കാര്യം? അതുകൊണ്ട് സംഘാടകരായ എന്റെ പ്രിയപ്പെട്ട അത്തിപ്പാളിയിലെ ഇർഷാദുൽ മുസ്ലിമീൻ സംഘത്തെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. നിങ്ങളുടെ പ്രവർത്തനം മാതൃകാപരമാണ്. നിങ്ങൾ പറഞ്ഞു, പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് ഒന്നുകിൽ ടൈലറിംഗ് മെഷീനുകൾ, അതല്ലെങ്കിൽ ആട്, എന്തായാലും തൊഴിൽ ചെയ്യാനുള്ള വഴിയാണ് നിങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. ഇത് അള്ളാന്റെ റസൂലിന്റെ പാതയാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന വഴിയാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് എപ്പോഴും
ഒരു മീൻ വാങ്ങിച്ചു കൊടുക്കുന്നതിന് പകരം മീൻ പിടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കലാണ് ഉത്തമ സമുദായത്തിന്റെ അടയാളം. ദിവസവും ഒരാൾക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു മീന് വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാളും നല്ലത് അയാൾക്കൊരു ചൂണ്ട വാങ്ങിച്ചു കൊടുത്ത് അല്ലെങ്കിൽ ഒരു നെറ്റ് വാങ്ങിച്ചു കൊടുത്ത് അയാളെ പുഴയിലേക്ക് കൊണ്ടുപോയി മോനെ ഇങ്ങനെയാണ് ചൂണ്ടയിടേണ്ടത്. ആദ്യം ചൂണ്ടയിടുമ്പോൾ തന്നെ വലിയൊരു സ്രാവ് ഒന്നും കൊത്തൂല. ആദ്യം തന്നെ സ്രാവ് കൊത്തൂല. അത് കുറച്ച് വെയിറ്റ് ചെയ്യണം, കുറച്ച് ക്ഷമയൊക്കെ വേണം. അധ്വാനിക്കുമ്പോ കുറച്ച് ക്ഷമയൊക്കെ വേണ്ടിവരും. എന്ത് ചെയ്യണം? ഇങ്ങനെ ചൂണ്ടയിട്ട് കാത്തിരിക്കണം. കാത്തുനിട്ട് ഇങ്ങനെ വെയിറ്റ് തോന്നുമ്പോ പതുക്കെ വലിക്കണം. വലിക്കുമ്പോ ചിലപ്പോ എന്ത് ചെയ്യാം, എന്താ പറയുക, ഉക്സിൽ നിന്ന് ആ കമ്പിയിൽ നിന്ന് എണീറ്റത് തിരിച്ചോടിയേക്കാം. എന്നാൽ നീ വീണ്ടും വിടണം, പിന്തിരിയാൻ പാടില്ല. നിനക്ക് ജീവിക്കാനുള്ളത് നീ കണ്ടെത്തണം. അങ്ങനെ ഒരാൾക്ക് ചൂണ്ടയിടാൻ നീ പഠിപ്പിച്ചാൽ മീൻ വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാളും നല്ലതാണ്. അയാൾ രാവിലെ പോയി ചൂണ്ടയിട്ടാൽ അയാൾക്ക് ഒരു 10-15 മീൻ കിട്ടും. ഒരു ദിവസത്തെ വീട്ടുകാർക്കുള്ള മീൻ അയാൾ കഴിക്കും, ബാക്കിയുള്ളത് മാർക്കറ്റിൽ കൊണ്ടുപോയി അയാൾ വിൽക്കും. അങ്ങനെ അയാളും മുതലാളിയായി. അതല്ലേ നല്ലത്? നിങ്ങൾ പറ അല്ലേ? ദിവസവും മീൻ കൊണ്ടുപോയി കൊടുക്കുന്നതിനേക്കാളും നല്ലത് ചൂണ്ടയിടാൻ പഠിപ്പിക്കലല്ലേ? അതാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഇവിടെ ചെയ്യുന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട്. അല്ലാഹു നിങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ നമ്മുടെ ഈ ചെറുപ്പക്കാരെ സഹായിക്കണം. അവർക്ക് ബാധ്യതയുണ്ടാവരുത്, അവർക്ക് കടങ്ങൾ ഉണ്ടാവരുത്, അവർക്ക് ടെൻഷൻ ഉണ്ടാവരുത്. അവരുടെ ഈ പ്രവർത്തനങ്ങൾക്ക് നമ്മളെല്ലാവരും കൂടി ഒന്ന് സഹായിച്ചാൽ കരുത്തുകൂട്ടും. 100-500 കണക്കിന് ആളുകൾ ഇവിടെയുണ്ട് അല്ലേ? ഏകദേശം 1000-കണക്കിന് ആളുകൾ ഈ സദസ്സിലുണ്ട്. നമ്മളെല്ലാവരും കൂടി, ഞാനടക്കമുള്ള നമ്മളെല്ലാവരും കൂടി എന്തെങ്കിലും ഒരു ചെറിയ സംഖ്യ നൽകി ഈ പ്രവർത്തകരെ സഹായിച്ചാൽ അതുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു വലിയ നേട്ടങ്ങൾ നൽകും. അതുകൊണ്ട് കഴിയുന്ന ആളുകളെല്ലാം മനസ്സിലൊരു 1000 രൂപയെങ്കിലും ഇൻഷാ അല്ലാഹ് ഞാൻ നൽകുമെന്ന് മനസ്സിൽ കരുതിയിരിക്കുക. അതുകൊണ്ട് അല്ലാഹു തആല മരണം വരെയുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മെ സലാമത്താക്കട്ടെ. മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, പറയാനുള്ളത് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ദാവൂ മർലാകും ബിസ്സദഖ. നിങ്ങൾ രോഗങ്ങളുണ്ടെങ്കിൽ സ്വതഖ നൽകി ചികിത്സിക്കണമെന്ന്, രോഗികളുണ്ടെങ്കിലും സ്വതഖ നൽകി ചികിത്സിക്കണമെന്ന്. അല്ലാഹുവിന്റെ നിഅമത്ത് കൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ആരോഗ്യമുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ സദസ്സിൽ വെച്ച് 1000 രൂപ നമ്മളെല്ലാവരും മനസ്സിൽ കരുതുന്നു. എന്തിന്? അല്ലാഹുവേ, എന്റെ ഈ 1000 രൂപ അതൊരു തൃപ്തികരമായ സംഖ്യയാണ്, വലിയ സംഖ്യയൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ല, തൃപ്തികരമായൊരു സംഖ്യയാണ്. അതിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ സ്വതഖയുടെ ബറക്കത്ത് കൊണ്ട് എന്റെ മരണം വരെ എനിക്ക് മാരകമായ രോഗങ്ങൾ തരല്ലേ അല്ലാഹ്. എനിക്ക് മാരകമായ അസുഖങ്ങൾ തരല്ലേ റബ്ബേ. ഒരു ക്യാൻസർ വന്നാൽ ലക്ഷങ്ങൾ പൊടിപിടിക്കണം ഹോസ്പിറ്റലിൽ. 30 ലക്ഷവും 40 ലക്ഷവും 50 ലക്ഷവും ചെലവഴിച്ച് ശിഫ ലഭിക്കാതെ മരിച്ചു പോവുകയാണ് പല ആളുകളും. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടോ ക്യാൻസർ? ഉണ്ടോ ഈ നാട്ടില്? ഉണ്ടോ രോഗികളുണ്ടോ? കുറഞ്ഞ രോഗികൾ. നിങ്ങൾ ഭാഗ്യവാന്മാരാ. ചോദിക്കാൻ കാരണം എല്ലാ നാട്ടിലും ഇല്ലത്. നമ്മളെ ഭാഗത്തൊക്കെ നല്ലോണം ഉണ്ട്. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ഇന്ത്യ രാജ്യത്ത് 10-1 പേർക്ക് ഇനി ക്യാൻസർ വരുന്ന ഞാൻ ഇപ്പൊ അടുത്ത് വായിച്ചൊരു പഠനം. ഇന്ത്യ രാജ്യത്ത് 10 ഒരാൾക്ക് ക്യാൻസർ വരും. 10 ഒരാൾക്ക് ക്യാൻസർ വരും എന്ന് പറയുമ്പോ ഇവിടെ 1000-കണക്കിന് ആളുണ്ടെങ്കിൽ അതിൽ 100 ആളുകൾ ക്യാൻസർ രോഗികളായിരിക്കും. അല്ലാഹു കാക്കട്ടെ. അല്ലാഹുവേ, നീ ഞങ്ങളെ സലാമത്താക്കണേ റബ്ബേ. മാരകമായ അസുഖങ്ങളിൽ നിന്ന് നീ സലാമത്താക്കണേ അല്ലാഹ്. അതുകൊണ്ട് നമ്മുടെ ദുആ കൊണ്ടും നമ്മുടെ സ്വതക്ക കൊണ്ടും മരണം വരെ ആരോഗ്യത്തോടെ ജീവിക്കാൻ നമ്മൾക്ക് കഴിയും. അല്ലാഹു ഒരുപക്ഷെ 45-ാമത്തെ വയസ്സിൽ ഒരു ക്യാൻസറോ ഒരു ആക്സിഡന്റോ ഒരു മരണമോ അല്ലാഹു പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളുടെ നാടിന്റെ തൊട്ടടുത്തൊരു ആക്സിഡന്റ് ആയിരുന്നു. നമ്മുടെ നാട്ടിലൊരു റഹ്മാൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട്. നമ്മളെ 4 വർഷം മുമ്പ് പരിചയപ്പെട്ടോ. ഇപ്പോൾ ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ഇപ്പൊ ഉണ്ടോ? അപ്പൊ ഞാൻ ഊട്ടിയിൽ നിന്ന് മസ്നഗുഡി വഴി വരുമ്പോ അവർക്ക് ഞാൻ എന്റെ ഫാമിലിയൊക്കെ ഉണ്ട്. 4 വർഷം മുമ്പ് ഒരു ആക്സിഡന്റിൽ പെട്ടു. അപ്പൊ ആക്സിഡന്റ് പെട്ടപ്പോ പിന്നെ ബാക്കിൽ വരുന്ന വണ്ടിക്കാരൊക്കെ ആദ്യം വന്നിട്ട് വായ മണിപ്പിച്ചു നോക്കണം, കള്ളുപിടിച്ചിട്ടുണ്ടോന്ന്. കള്ളുപിടിച്ചിട്ടുണ്ടോ നോക്കാണ്, വായ മണിപ്പിച്ചു നോക്കാണ് ആളുകൾ.
അതിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ആള് കൂടിയ പാമ്പ് ചാവൂലാന്ന്. അങ്ങനെ കുറെ ആളുകൾ കൂടി ഓരോ അഭിപ്രായം പറയാൻ. നമ്മൾ ചെറിയ പ്രായമാണ്, 4-5 വർഷം മുമ്പ് ഒന്നും അറിയില്ല, ഉദവിയായിട്ട് ഇറങ്ങിയ ഉടനെയാണ്. അപ്പൊ ഇങ്ങനെ ഫാമിലി, ഞാനും എൻ്റെ ഒരു സുഹൃത്തിന്റെ ഫാമിലിയാണുള്ളത്. അപ്പൊ ഈ വണ്ടി ബ്രേക്ക് ഫെയിലായി ഒരു ചുരത്തിൽ നമ്മളെ ഹെയർ പിൻ ടേൺ ഉണ്ടല്ലോ, അവിടെ പോയിട്ട് ഒരു മരത്തിൽ തട്ടിട്ട് അവിടെ നിന്നു. സാധനമാണെങ്കിൽ എല്ലാവരും കൂടി വലിച്ചെടുത്തു, പക്ഷെ വണ്ടി സ്റ്റാരിങ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നില്ല. അപ്പൊ അത്തരം സന്ദർഭത്തിൽ ഒരാളൊരു അഭിപ്രായം പറയാനും തുടങ്ങി. അവസാനം റഹ്മാനാണ് അവിടെ അവന്റെ വണ്ടിയൊക്കെ കൊണ്ടുവന്ന് നമുക്ക് കുറച്ച് താഴെ റിസോർട്ടിൽ ഒരു റൂമൊക്കെ എടുത്ത് തന്ന് ഒരു പിന്നെ എന്താ പറയാ, മറ്റേ വിളിച്ചോണ്ടെന്ന വണ്ടിന്റെ വരുന്ന ക്രെയിൻ ഉണ്ടല്ലോ, അതിനൊരു പേരുണ്ടല്ലോ, എന്താ പിന്നെ ആ വണ്ടിയൊക്കെ കൊണ്ടുവന്ന് കോഴിക്കോടൊക്കെ കൊണ്ടുപോയത്. അപ്പൊ 4 വർഷം മുമ്പ്. അപ്പൊ ഞാൻ ദേവർഷമല്ലേ, ഞാൻ 4 വർഷം മുമ്പാണത്. അപ്പോ കുറെ വർഷം മുമ്പാണ്. അപ്പോൾ ഞാൻ ദേവർഷോല വന്നപ്പോൾ വെറുതെ, അതിനുശേഷം ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല. ദേവർഷോല ഒരു പരിപാടിക്ക് വന്നപ്പോൾ ഞാൻ വെറുതെ വിളിച്ചു നോക്കി ആ ഹോട്ടലിൽ നിന്ന്. വിളിക്കുമ്പോൾ ഹോട്ടലിന്റെ പുറത്തിറങ്ങാനും, ഹോട്ടലിന്റെ നേരെ പുറത്തിറങ്ങാനുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ബന്ധമുണ്ട്. അപ്പൊ ആക്സിഡന്റ്, അപകടങ്ങളൊക്കെ അള്ളാഹു നമ്മൾക്ക് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ആക്സിഡന്റോ അപകടങ്ങളോ അള്ളാഹു നമ്മൾക്ക് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെയുള്ള വാലിന്റെ സദസ്സുകളിൽ നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകുന്ന സ്വതക്ക കാരണത്താൽ അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തും. ഞാൻ ആക്സിഡന്റ് ആയതിന്റെ ആ ഹെയർ പിന്നിന്റെ തൊട്ടപ്പുറത്താണ് ഒരു ബസ് മറിഞ്ഞ് 36 ആളുകളൊന്നും മരിച്ചു. 36 ആളുകൾ മരിച്ചില്ലേ? എന്നിട്ട് ക്രൈനും കൊണ്ടുവന്ന് താഴെ ഇറങ്ങിയിട്ട് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ആ ഒരു ചൂടാണ് അതേ സ്ഥലത്താണ്. അവര് പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലെ അപകടങ്ങൾ സംഭവിക്കും നമ്മുടെ ജീവിതത്തിൽ. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ, നമ്മെ എല്ലാവരെയും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ഞാൻ പറയുന്നത്, അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഷർറായ ഖലാഇനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അപകടങ്ങളോ മാറാരോഗങ്ങളോ മക്കളുടെ മരണം, സാമ്പത്തികമായ നഷ്ടം, ഉരുൾപൊട്ടൽ, ഇങ്ങനെ ഓരോ പ്രയാസങ്ങൾ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴും നിങ്ങൾ സ്വതക്ക ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യുവീൻ. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഖ്യയാണെങ്കിൽ അള്ളാഹുവിനോട് മനസ്സിലൊരു തീരുമാനമെടുക്കണം. അള്ളാഹുവേ, ഈ മഹത്തായ സ്വതക കൊണ്ട് എന്റെ മരണം വരെ മാരകമായ അസുഖങ്ങൾ എനിക്ക് തരല്ലേ അള്ളാഹുവേ, ഈ മഹത്തായ സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് അപകടങ്ങളിൽ നിന്നും, അപകട മരണങ്ങളിൽ നിന്നും, കച്ചവടങ്ങളിലെ നഷ്ടങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അള്ളാഹുവേ ഞങ്ങളെ സലാമത്താക്കണേ, എന്റെ കുടുംബത്തെ സലാമത്താക്കണേ എന്നുള്ള ആത്മാർത്ഥമായ നീയത്തോടുകൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഖ്യ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്താൽ, അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, നമ്മുടെ സ്വതക്കയും നമ്മുടെ ദുആവും അള്ളാഹുവിന്റെ വിധിയുമായി ഒരു മൽപിടുത്തം നടത്തുമെന്ന്. അള്ളാഹുവിന്റെ ഖളാഉമായി ഒരു ദ്വന്ദ്വ യുദ്ധം നടന്നു. എന്നിട്ട് സ്വതക്ക വിജയിക്കും, ദുആ വിജയിക്കും. അള്ളാഹുവിന്റെ വിധിയെ മായ്ച്ചു കളയും. ഷർറായ വിധിയെ മായ്ച്ചു കളയാൻ നമ്മുടെ സ്വതക്കയ്ക്കും നമ്മുടെ ദുആഇനും കഴിയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ഇന്നലെ വഅദിന് പോയപ്പോ ഭക്ഷണം ഒരുക്കിയ ആ വീട്ടുകാരന്റെ ഒരു 16 വയസ്സുള്ള ഒരു കുട്ടി ആക്സിഡന്റിൽ പെട്ട് മരണപ്പെട്ടു പോയി 2-3 വർഷം മുമ്പ്. അപകടമാണത്, ഷർറായ ഖളാ ആണത്. അല്ലാഹുവിനോട് ദുആ ചെയ്യണം ഇതുപോലെ അപകടങ്ങൾ ഇല്ലാതിരിക്കാൻ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മരണം വരെ നമ്മുടെ ആഫിയത്ത് അല്ലാഹു നിലനിർത്തി തരട്ടെ. മരണം വരെ അല്ലാഹു നമ്മുടെ നിഅമത്ത് നിലനിർത്തി തരട്ടെ, അനുഗ്രഹങ്ങൾ നിലനിർത്തി തരട്ടെ, സാമ്പത്തികാവസ്ഥ അല്ലാഹു നിലനിർത്തി തരട്ടെ. അപ്പോ മനസ്സിലൊരു സംഖ്യ എല്ലാവരും മനസ്സിൽ കരുതണം. 150ഓളം വീടുകളായി മഹല്ലിലുള്ളത്, തൊട്ടപ്പുറത്ത് വേറെയും മഹല്ലുകാരുണ്ടാവും. ഇത് വളരെ മഹത്തായ ഒരു പദ്ധതിയാണ് നമ്മുടെ ചെറുപ്പക്കാരുടേത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു 1000 നിങ്ങൾ മനസ്സിൽ കരുതണം. കൂടുതൽ കഴിയുന്നവർ കൂടുതൽ ഇൻഷാ അല്ലാഹ്. എന്നിട്ട് അല്ലാഹുവിനോട് ഹൃദയം കൊണ്ടൊന്ന് പ്രാർത്ഥിക്കുക, അല്ലാഹുവേ, എനിക്ക് നീ മാരകമായ സുഖങ്ങൾ തരല്ലേ റബ്ബേ. മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥ എനിക്ക് നീ തരല്ലേ റബ്ബേ. എന്റെ നിഅമത്ത് നീ മരണം വരെ നിലനിർത്തണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ സഹായം നമ്മൾക്കുണ്ടാകും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതെല്ലാം പരീക്ഷണമാണ്. മുതലാളിയുടെ പരീക്ഷണം നീ അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. പാവപ്പെട്ട ഒരു ദരിദ്രന്റെ പരീക്ഷണം എന്ന് പറയുന്നത് നീ ക്ഷമിക്കുന്നുണ്ടോ, നീ അധ്വാനിക്കുന്നുണ്ടോ, അതല്ല ജനങ്ങളുടെ മുമ്പിൽ യാചിച്ചു നടക്കുകയാണോ എന്നതാണ് പരീക്ഷണം. ഇനി അല്ലാഹു പറയുന്നത്,
ഇന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന, നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾക്ക് പരീക്ഷണമാണ്. അടുത്തത് പറഞ്ഞത് വഔലാദുകും ഫിത്ന, നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് പരീക്ഷണമാണ്. മക്കൾ എങ്ങനെയാണ് പരീക്ഷണമാകുന്നത്? എങ്ങനെയാണ് മക്കളെ പരീക്ഷണമാകുന്നത്? അള്ളാഹു എങ്ങനെയാണോ മക്കളെ നമ്മൾക്ക് തന്നത് അതേ രീതിയിൽ അള്ളാഹുവിന് മക്കളെ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മൾ പരാജിതരാണ്, പരാജയപ്പെട്ടു പോകും. അള്ളാഹു എങ്ങനെയാ മക്കളെ തന്നത് അതേപോലെ അള്ളാഹു തിരിച്ചു കൊടുക്കും, അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും. ആ പരീക്ഷണത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. അപ്പൊ എങ്ങനെ അള്ളാഹു മക്കളെ തന്നു എന്നറിയണ്ടേ? എങ്ങനെ അള്ളാഹു തന്നു, എങ്ങനെ തിരിച്ചു കൊടുക്കണം? അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടികളും ജനിക്കുന്നത് സ്വർഗ്ഗക്കാരനായ അവസ്ഥയിലാണ്. എല്ലാ കുട്ടികളും ജനിക്കുന്നത് സ്വർഗ്ഗക്കാരനായ അവസ്ഥയിലാണ്. ഏത് കുട്ടിയാണെങ്കിലും സ്വർഗ്ഗക്കാരനായിട്ടാണ് ജനിക്കുന്നത്. ഫഅബവാ, അവന്റെ മാതാപിതാക്കളാണ് അയാളെ നരകത്തിലാക്കുന്നത്. കുട്ടി ജനിക്കുന്നത് സ്വർഗ്ഗക്കാരനായിട്ടാണ്. 5 വയസ്സിന്റെ മുമ്പിൽ ഏത് മതക്കാരായാലും ഏത് വിഭാഗക്കാരായാലും പ്രായപൂർത്തി എത്തുന്നതിനു മുമ്പേ ഒരു കുട്ടി മരണപ്പെട്ടു പോയാൽ ആ കുട്ടി സ്വർഗ്ഗാവകാശിയാണ്. ആ കുട്ടിയോട് ചോദ്യമില്ല, ആ കുട്ടിക്ക് ശിക്ഷയില്ല. കാരണം കുട്ടി മുകല്ലഫല്ല. കുട്ടിക്ക് അല്ലാഹു ചോദ്യം ചെയ്യാനുള്ള സമയമായിട്ടില്ല. കുട്ടി തെറ്റ് ചെയ്താൽ ആ നന്മയും ചിന്മയും എഴുതി വെക്കാനുള്ള സമയമായിട്ടില്ല. അതുകൊണ്ട് പ്രായപൂർത്തി എത്തുന്നതിനു മുമ്പേ മരിക്കുന്ന കുട്ടികളെല്ലാം സ്വർഗ്ഗക്കാരാണ്. അപ്പൊ എങ്ങനെയാ കുട്ടി ജനിക്കുന്നത്? സ്വർഗ്ഗക്കാരനായിട്ടാ ജനിക്കുന്നത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടികളും ജനിക്കുന്നത് സ്വർഗ്ഗക്കാരനായിട്ടാണ്. ഇനി ആർക്കാണോ കുട്ടി ജനിക്കുന്നത് ആ മാതാപിതാക്കൾ ഈ കുട്ടിയെ സ്വർഗ്ഗക്കാരനാക്കി മരിപ്പിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. നമ്മൾക്കൊരു കുട്ടി ജനിച്ചാൽ ആ കുട്ടി എങ്ങനെയായിരിക്കും നിങ്ങൾ മരിച്ചു പോകണമെന്ന് അല്ലാഹു പറയുന്നുണ്ട്. ആ കുട്ടി എന്തായിരിക്കെ നിങ്ങൾ മരിക്കണം. ഒരുപക്ഷെ മക്കളുടെ മരണത്തിനും മുമ്പേ മാതാപിതാക്കളാണ് മരിക്കാറുള്ളത്. പക്ഷേ നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങളുടെ മക്കളുടെ അവസ്ഥ എന്തായിരിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങളുടെ മക്കളുടെ അവസ്ഥ എന്താവണം? പറഞ്ഞോളൂ. വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, വലദുൻ സാലിഹുൻ യദ്ഉ ലഹു. ഏത് മാതാപിതാക്കളാണെങ്കിലും നിങ്ങൾ എപ്പോൾ മരിക്കുകയാണെങ്കിലും നിങ്ങളുടെ മക്കൾ സ്വാലിഹീങ്ങളായ അവസ്ഥയിലെ നിങ്ങൾ മരിക്കാൻ പാടുള്ളൂ എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. അപ്പൊ എന്താ മനസ്സിലായത്? സ്വർഗ്ഗക്കാരനായി ജനിച്ച മക്കളെ സ്വർഗ്ഗക്കാരനാക്കി മരിക്കണം എന്നാണ് അല്ലാഹു പറയുന്നത്. മക്കള് ജനിച്ചത് സ്വർഗ്ഗക്കാരനായിട്ടാണ്. നിങ്ങൾ മരിച്ചു പോകുമ്പോൾ മക്കൾ തമ്മാടികളായി പോയാൽ അല്ലാഹുവിന്റെ കോടതിയിൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ ഉമ്മമാരെ നിങ്ങൾ ഉത്തരവാദികളാണ്. അല്ലാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ ഉത്തരവാദികളാണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി നിർവഹിച്ചിട്ടില്ല. അല്ലബ്നാഉ അമാനതു ഫീ അഅനാഖികും, അല്ലാഹു നമ്മൾക്ക് തരുന്ന മക്കൾ ശ്രദ്ധിച്ചോ മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ ഉപ്പമാരെ ശ്രദ്ധിക്കണം. അല്ലബ്നാഉ അമാനതു ഫീ അഅനാഖികും, അല്ലാഹു തആല സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ച മുതലാണ് നമ്മുടെ മക്കൾ. സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു തന്ന മുതലാണ് നമ്മുടെ മക്കൾ. ഒരു സൂക്ഷിപ്പ് മുതലിനോട് എങ്ങനെ പെരുമാറണം എന്ന് അല്ലാഹു പഠിപ്പിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്കൊരാൾ കാറ് തന്നു. ഞാനിപ്പോ ഇവിടുന്ന് കാസർഗോഡ് പോയി വരാൻ 2 ദിവസം കഴിയും ഞാൻ വരുമ്പോ, അപ്പൊ എനിക്ക് നീ തിരിച്ചു തരണം എന്ന് പറഞ്ഞൊരു കാറ് നിങ്ങളുടെ കയ്യിൽ തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? 2 ദിവസം കഴിഞ്ഞ് അയാൾ തിരിച്ചു വരുമ്പോൾ എങ്ങനെയാണോ കാറ് തരുമ്പോൾ എങ്ങനെയാണോ ഉണ്ടായത് അതേപോലെ തിരിച്ചു കൊടുക്കണം. അതിലൊരു സ്ക്രാച്ച് വീണാൽ നിങ്ങളാണ് ഉത്തരവാദി. അല്ലേ? അപ്പുറത്തെ വീട്ടിൽ നിന്നൊരു പാത്രം വാങ്ങിച്ചു, ആ പാത്രം തിരിച്ചു കൊടുക്കുമ്പോൾ പൊട്ടിയാൽ നിങ്ങൾ ഉത്തരവാദിയാണ്. ഒരാൾ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ തന്നു, ഞാനൊന്ന് ബാത്റൂമിൽ പോയി വരട്ടെ, തിരിച്ചു വരുമ്പോൾ മൊബൈൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് വീണ് ഡിസ്പ്ലേ പൊട്ടിപ്പോയാൽ നിങ്ങൾ ഉത്തരവാദിയാണ്.
അഥവാ സൂക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു മുതൽ നിങ്ങളെ ആരെങ്കിലും ഒരാൾ ഏൽപ്പിച്ചാൽ അത് തിരിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെയാണോ തന്നത് അതേപോലെ തിരിച്ചു നൽകലാണ് മാന്യത, അതാണ് നല്ല സ്വഭാവം. അല്ലെങ്കിൽ നിങ്ങൾ തെറ്റുകാരാണ്. അല്ലേ 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 അങ്ങനല്ലേ? എന്നാൽ അല്ലാഹു തആല സൂക്ഷിക്കാൻ വേണ്ടി നമ്മെ ഏൽപ്പിച്ച മുതലാണ് നമ്മുടെ മക്കൾ. ആ മക്കളെ അള്ളാഹുവിന് തിരിച്ചു കൊടുക്കണം. എങ്ങനെ തിരിച്ചു കൊടുക്കണം? അള്ളാഹു എങ്ങനെയാണോ തന്നത് അതേപോലെ അള്ളാഹുവിന് തിരിച്ചു കൊടുക്കണം. എങ്ങനെയാണ് അള്ളാഹു തന്നത്? സ്വർഗക്കാരനായിട്ടാണ് മക്കളെ അള്ളാഹു തന്നത്. നമ്മൾക്കൊരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടി സ്വർഗക്കാരനായിട്ടാണ് ജനിക്കുന്നത്. എന്നാൽ ആ കുട്ടി എപ്പോഴാണോ നിങ്ങൾ മരിച്ചു പോകുന്നത് അഥവാ സ്വർഗക്കാരനായ അവസ്ഥയിൽ അള്ളാഹു തന്ന അതേ ഒരവസ്ഥയിൽ മക്കളെ നിങ്ങൾ അള്ളാഹുവിന് തിരിച്ചു കൊടുക്കണമെന്നാണ് ഈ പരിശുദ്ധമായ ഹദീസിന്റെ താല്പര്യം. അങ്ങനെയാണ്. ആയത്തുൽ മുനാഫിഖി സലാസ, മുനാഫിഖീങ്ങളുടെ അടയാളം 3 എണ്ണമാണ്. ഇദാ ഹദ്ദസ കദബ, നുണ പറയുന്നത്, സംസാരിക്കുമ്പോൾ നുണ പറയുന്നത് മുനാഫിഖിന്റെ അടയാളമാണ്. കള്ളം പറയാൻ പാടില്ല, നുണ പറയാൻ പാടില്ല. ഖുലിൽ ഹഖ്ക വഇൻ കാന മുറാ, തല തെറിക്കുകയാണെങ്കിലും സത്യമേ പറയാവൂ എന്നാണ് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നുണ പറയാൻ പാടില്ല. നുണ പറയുന്നത് കാപട്യക്കാരന്റെ അടയാളമാണ്. രണ്ടാമതായി പറഞ്ഞു സൂക്ഷിക്കാൻ ഒരു മുതൽ തന്നാൽ, സൂക്ഷിക്കാൻ ഒരു വിഷയം ഏൽപ്പിച്ചാൽ, നിങ്ങളെ ഒരാൾ വിശ്വസിച്ചാൽ വഞ്ചന നടത്താൻ പാടില്ല. വഞ്ചിക്കുന്നത് മുനാഫിഖീങ്ങളാണ്. അഥവാ മക്കളെ തന്നു സൂക്ഷിക്കാൻ, അതിൽ നമ്മൾ ഉത്തരവാദിത്വ ബോധമില്ലാതെ നമ്മൾ പ്രവർത്തിച്ച് നമ്മുടെ മക്കള് മോശക്കാരായാൽ നമ്മൾ വഞ്ചന കാട്ടിയതുപോലെയായി. സൂക്ഷിക്കാൻ തന്ന മുതലിനോട് അപമര്യാദയായി പെരുമാറി വിശ്വാസ വഞ്ചന നടത്തിയതിന് സമാനമാണത്. അങ്ങനെ വന്നാൽ മുനാഫിഖായി നമ്മൾ മാറും. മൂന്നാമതായി പറഞ്ഞത് വാക്ക് നൽകിയാൽ ലംഘിക്കാൻ പാടില്ല. ഈ 3 അടയാളങ്ങളുള്ളവർ മുനാഫിഖാണെന്നും മുനാഫിഖീങ്ങൾ ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും താഴെ തട്ടിലായിരിക്കുമെന്നും പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ഖുർആൻ പറയുകയാണ് ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, മുനാഫിഖീങ്ങൾ നരകത്തിന്റെ ഏറ്റവും താഴെ തട്ടിലായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹു തന്ന മക്കളെ അള്ളാഹു എങ്ങനെയാണോ തന്നത് അഥവാ സ്വാലിഹീങ്ങളാക്കി മരിപ്പിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഇനി ഏതെങ്കിലും ഒരു മക്കൾ തെമ്മാടിയായി പോയാൽ ശ്രദ്ധിച്ചോ, അള്ളാഹു നാളെ മഹ്ശറയിൽ നമ്മോട് ചോദിക്കുന്നത്, നിങ്ങളുടെ മാതാപിതാക്കളോട് മാന്യമായി പെരുമാറിയോ എന്ന് ചോദിക്കുന്നതിനും മുമ്പേ അള്ളാഹു ചോദിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കാൻ അധ്വാനിച്ചോ എന്നാണ്. എന്നോട് നീ നിന്റെ പിതാവിനെ ബഹുമാനിച്ചോ എന്ന് അള്ളാഹു ചോദിക്കുന്നതിനും മുമ്പേ അള്ളാഹു എന്നോട് ചോദിക്കുന്നത്, നീ നിന്റെ മക്കളെ സ്വാലിഹീങ്ങളാക്കിയോ എന്നാണ്. ചോദ്യം ആദ്യം മക്കളെ കുറിച്ചാണ്. അള്ളാഹു സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലാണ് നമ്മുടെ മക്കൾ. ഈ മക്കൾ ലഹരിയുടെ അടിമയായി പാരന്റ്സ് ആയ രക്ഷിതാക്കളായ നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. ഈ മക്കള് വ്യഭിചാരത്തിന്റെയും പ്രണയത്തിന്റെയും കള്ളുകുടിയുടെയും അടിമകളായി മാറിയാൽ, ഉത്തരവാദിത്വ ബോധമില്ലാതെ പഠിക്കാതെ അലക്ഷ്യമായി തണ്ടിത്തിരിയുന്ന മക്കളായി പോയാൽ, കന്നുകാലികളെ പോലെ തീരെ ബോധമില്ലാതെ വെറും ഇങ്ങനെ നാൽക്കാലികളെ പോലെ നടന്നു നീങ്ങുന്ന മക്കളായി പോയാൽ അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷിതാക്കൾ ഉത്തരം പറയേണ്ടി വരും. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ മക്കളെ വളർത്താൻ പരിശുദ്ധ ഇസ്ലാം എങ്ങനെയാണോ പഠിപ്പിച്ചത് അതെല്ലാം നിങ്ങൾ പാലിച്ചാൽ മക്കളെ നന്നാവുന്ന വിഷയത്തിൽ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത് ആദ്യമായി ഞാൻ സൂചിപ്പിക്കാം. ഒന്നാമത്തേത്, കുട്ടികൾ ഉണ്ടാകുന്നതിനു മുമ്പേ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുട്ടി ഉണ്ടായിട്ട് 15 വയസ്സാകുമ്പോഴല്ല പള്ളിയിൽ വന്നിട്ട് ഉസ്താദിനോട് പറയേണ്ടത്, ഉസ്താദ് കുട്ടി വളരെ മോശമാണ്, എത്ര പറഞ്ഞാലും കേൾക്കുന്നില്ല, ഞാനൊരു 100 രൂപ തരാം, നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറയേണ്ടത് 15ാമത്തെ വയസ്സിലല്ല. പിന്നെ എപ്പോൾ തുടങ്ങണം? മക്കൾ നന്നാവാനുള്ള അധ്വാനം എപ്പോൾ തുടങ്ങണം?
നിങ്ങൾക്ക് പ്രായപൂർത്തി എത്തിയത് മുതൽ 15ാമത്തെ വയസ്സിൽ തുടങ്ങണം ആണും പെണ്ണും. അല്ലാഹുവേ എനിക്ക് തരാൻ പോകുന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കണേ. കല്യാണം കഴിക്കുന്നതിനു മുമ്പേ മക്കള് നന്നാവാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കണം. നിങ്ങൾ കഴിച്ചോ ഇല്ല അത് വേറെ വിഷയമാണ്. ഇനി ദ്വാരുന്ന് നിങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ മരിച്ചുപോയി കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ദ്വാവും അധ്വാനവും നിങ്ങളുടെ വിവാഹത്തിന് മുമ്പേ തുടങ്ങണം. അഥവാ വിവാഹം കഴിക്കുന്നതിനും മുമ്പേ തുടങ്ങണം. മക്കള് നന്നാവാൻ ഒന്നാമത്തെ വിഷയം കല്യാണം കഴിക്കുന്നതിനും മുമ്പേ തുടങ്ങണം. രണ്ടാമത്തേത് കുട്ടികൾ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കല്യാണം കഴിച്ചു, ഭാര്യ ഗർഭിണിയായത് മുതൽ കുട്ടി പ്രസവിക്കുന്ന സമയം, ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് കുട്ടിയെ പ്രസവിച്ച ശേഷം കുട്ടിക്കൊരു 2-3 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. അങ്ങനെ 2-3 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തേണ്ടത്. മക്കള് നന്നാവാൻ വേണ്ടി അധ്വാനിക്കേണ്ടത്. ഒന്നാമത്തേത് കല്യാണം കഴിക്കുന്നതിന് മുമ്പേ. രണ്ടാമത്തേത് കല്യാണം കഴിച്ച് ഗർഭിണിയായി പ്രസവിച്ചു ആ ഒരു കാലയളവിൽ. മൂന്നാമത്തേത് പ്രസവിച്ചു 2 വയസ്സായി അതിന് ശേഷം. ഈ 3 വിഷയങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എങ്ങനെ മക്കളെ നന്നാക്കാൻ കഴിയും? ഇവിടെ ഇല്ലേ എന്താ ജുക്കാപ്പിയ കൊടുത്താ നമുക്ക് മാത്രം തന്നിട്ടില്ല ഉണ്ടല്ലേ? ആദ്യം തരട്ടെ, എനിക്ക് ഞാനൊരു അതിഥിയാണ്, നമുക്ക് തന്നില്ല. അല്ല ചൂടുണ്ടെങ്കിൽ എടുത്തോളൂ. അപ്പൊ ഞാൻ പറയാൻ പോകുന്ന വിഷയം ശ്രദ്ധിക്കുക എല്ലാവരും. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എങ്ങനെ മക്കളെ നന്നാക്കാൻ കഴിയും? അതാണ് ഇപ്പൊ ചോദ്യം. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എങ്ങനെ മക്കളെ നന്നാക്കാൻ? മക്കളുണ്ടോ ഇല്ലെന്ന് അറിയില്ല ഉസ്താദെ, പിന്നെ എങ്ങനെ മക്കളെ നന്നാക്കുന്ന ചോദിക്കുക. കല്യാണം കഴിക്കോ ഇല്ലെന്ന് അറിയില്ല, പിന്നെ എങ്ങനെ മക്കളെ നന്നാക്കും? മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ പറഞ്ഞു, ഖാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, തഖയ്യറൂ ലിനുതഫികും വഅൻകിഹുൽ ലക്ഫാ വഅൻകിഹു ഇലൈഹിം. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ തെരഞ്ഞ് അന്വേഷിച്ച് നിങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കാൻ പ്രാപ്തയായ പെണ്ണിനെ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, പെണ്ണ് സൗന്ദര്യമുണ്ടോ, പല്ല് വലുതാണോ ചെറുതാണോ എന്നല്ല നോക്കേണ്ടത്, നിറമുണ്ടോ ഇല്ലെന്നല്ല. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, ഞാൻ ഈ കെട്ടാൻ പോകുന്ന പെണ്ണിന് എനിക്ക് ജനിക്കാൻ പോകുന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കി വളർത്താനുള്ള കഴിവുണ്ടോ, പ്രാപ്തയാണോ? അത് നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങൾ കല്യാണം കഴിക്കുന്നതിനും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്നൊന്ന് ആലോചിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തഖയ്യറൂ ലിനുതഫികും വഅൻകിഹുൽ ലക്ഫാ വഅൻകിഹു ഇലൈഹിം. നിങ്ങൾ എന്ത് ചെയ്യണം? വിവാഹം കഴിക്കുന്നതിനു മുമ്പേ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പെണ്ണിനെ, നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ മക്കളെ സ്വാലിഹീങ്ങളാക്കി വളർത്താൻ കഴിവുള്ളവരാണോ, യോഗ്യയാണോ എന്ന് അന്വേഷിക്കണം, തെരഞ്ഞു പിടിക്കണമെന്ന് റസൂലുള്ളാഹ്. അങ്ങനെ നോക്കിയിട്ട് കല്യാണം കഴിച്ച എത്ര ആളുകളുണ്ട് ഇവിടെ? കയ്യൊന്നും പൊക്കണ്ട. കല്യാണം കഴിക്കുമ്പോ അങ്ങനെ എനിക്ക് ലഭിക്കാൻ പോകുന്ന മക്കളെ സ്വാലിഹാക്കി വളർത്താൻ യോഗ്യതയുള്ള പെണ്ണാണോ എന്ന് നോക്കിയിട്ട് വിവാഹം കഴിച്ച എത്ര ആളുകളുണ്ട്? ഒന്ന് സ്വന്തം ആലോചിച്ചാൽ മതി. അത് നിങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഒന്നാമത്തെ കടമ തെറ്റിപ്പോയിട്ടുണ്ട്. മക്കളോടുള്ള ഒന്നാമത്തെ കടമയിൽ നിങ്ങൾ പിഴച്ചു പോയിട്ടുണ്ട്. മക്കളുണ്ടാകുന്നതിനു മുമ്പേ ആലോചിക്കേണ്ട വിഷയമാണ്. അവിടെ നിങ്ങൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. കോളേജ് വിടുമ്പോ ബൈക്ക് എടുത്തു പോയി നല്ല ചുറുക്കുള്ള പെണ്ണിനെ നോക്കി നമ്പർ കൊടുത്ത് കല്യാണം കഴിച്ചതാണെങ്കിൽ, എവിടെയെങ്കിലും ആളുകളിലോ കല്യാണ സദസ്സുകളിലോ വാനിന്റെ സദസ്സിലോ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണെങ്കിൽ പോയി. കാരണം എന്താ? നിങ്ങൾ സൗന്ദര്യം നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാ. അതല്ലാതെ എനിക്ക് ലഭിക്കാൻ പോകുന്ന മക്കളെ ദീനീ ബോധത്തോടെ വളർത്താനുള്ള പ്രാപ്തയാണോ, യോഗ്യയാണോ എന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടില്ല. അടുത്ത ഹദീസ് ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇയ്യാകും വഖളുറാഅദ്ദിമൻ. നിങ്ങൾ ഖളുറാഉദ്ദിമൻ എന്ന് പറയുന്ന ഒരു വിഭാഗം സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പാടില്ല. ഖളുറാഉദ്ദിമൻ എന്ന് പറയുന്ന ഒരു വിഭാഗം പെൺകുട്ടികളെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. അപ്പൊ സ്വഹാബ എന്താ ഖളുറാഉദ്ദിമൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ?
കണ്ടാമൃഗമൊന്നും അല്ലത്, മനുഷ്യന്മാർ തന്നെയാണ് ഖദറാ ഉദ്ദിമൻ. സ്വഹാബാക്കൾ ചോദിച്ചു, യാ നബിയല്ലാഹ്, നബിയെ എന്താണ് ഖദറാ ഉദ്ദിമൻ എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ മർഅത്തുൽ ഹുസ്നാ ഫിൽ മംബിതിസൂ, ദീനീ ബോധമില്ലാത്ത വീട്ടിൽ വളർന്നു വരുന്ന സുന്ദരികളായ പെൺകുട്ടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ദീനീ ബോധമില്ലാത്ത വീട്ടിൽ വളർന്നു വരുന്ന സുന്ദരികളെ നോക്കി നിങ്ങൾ വിവാഹം കഴിക്കരുത് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. അങ്ങനെയാണെങ്കിൽ ബസ് സ്റ്റാൻഡിൽ കാണുന്ന സൗന്ദര്യം, വിവാഹ സദസ്സുകളിൽ, കല്യാണ സദസ്സുകളിൽ, റോഡ് സൈഡിലൊക്കെ സൗന്ദര്യം കണ്ട് കല്യാണം കഴിച്ചവരൊക്കെയാണെങ്കിൽ അപകടത്തിലാണ്. നബി തങ്ങൾ പറഞ്ഞു, അവരെ നിങ്ങൾ കല്യാണം കഴിക്കരുത്. ദീനീ ബോധമില്ലാത്ത വീട്ടിൽ നിന്ന് വളർന്നു വരുന്ന സുന്ദരികളായ പെണ്ണുങ്ങളെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. കല്യാണം കഴിക്കുമ്പോൾ സൗന്ദര്യം നോക്കുന്നത് തെറ്റൊന്നല്ല, സൗന്ദര്യം നോക്കിക്കോളി. പക്ഷെ ആ സൗന്ദര്യത്തിന്റെ കൂടെ അവരുടെ വീട്ടിൽ ദീനീ ബോധമുണ്ടോ എന്നും കൂടി പരിശോധിക്കണമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. പിന്നെ ഒരു 6 ആളുകളെ കല്യാണം കഴിക്കരുത് എന്ന് പറയുന്നുണ്ട്. 6 പെണ്ണുങ്ങളെ കല്യാണം കഴിക്കരുത്. ഇങ്ങനെ നോക്കിയാൽ നാട്ടിൽ പെണ്ണിട്ടൂലേ, അസറോട്ടേക്ക് വണ്ടി കയറേണ്ടി വരും. 6 വിഭാഗം പെണ്ണുങ്ങളെ നിങ്ങൾ വിവാഹം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാ പറഞ്ഞത്? ബഅദുൽ അറബ്, അറബികളിലെ ചില ആളുകൾ. ലാ തൻകഹ് മിനൻ നിസാഇ സിത്ത, 6 വിഭാഗം സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല. ഒന്നാമത്തേത് ലാ അന്നാന വലാ മന്നാന വലാ ഹന്നാന വലാ തൻകഹ് ഹദ്ദാഖ വലാ ബറാഖ വലാ ശദ്ദാഖ. പേരൊന്നല്ല, പെണ്ണുങ്ങളെ പേരൊന്നല്ല, ഫാത്തിമ ആയിഷ എന്നുള്ള പോലെ പേരൊന്നല്ല. ഈ 6 വിഭാഗം സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല. ആരാണ് അന്നാന എന്ന് പറഞ്ഞാൽ? അന്നാന എന്ന് പറയുന്ന ഒരു വിഭാഗം പെണ്ണുങ്ങളെ, ഒരു വിഭാഗം സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. ഇത് അറബികളുടെ പൊതുവെ ഒരു ഡയലോഗാണ്, ഒരു ചൊല്ലാണ്. അഥവാ നിങ്ങൾ കഴിച്ച പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ കഴിക്കരുതെന്ന് പറഞ്ഞാല് കഴിച്ച തല ഒട്ടുന്നൊന്നുമല്ല ഇതിന്റെ അർത്ഥം. കഴിച്ചാൽ നിങ്ങൾ പെടുന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. കഴിച്ചാൽ നിങ്ങൾ പെടും. ആരാണ് അന്നാന എന്ന് പറഞ്ഞാൽ? നിരന്തരം പരാതി പറയുന്ന, കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന പെണ്ണിനെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. എപ്പോ നോക്കിയാലും പരാതി. കല്യാണം കഴിച്ചിട്ട് ഭർത്താവിനോട് പരാതിയില്ലാത്ത ദിവസങ്ങളില്ല, പരിഭവമില്ലാത്ത ദിവസങ്ങളില്ല. എന്തുണ്ടായാലും വേഗം കരയാ, പെട്ടെന്ന് കരയാ. എന്നിട്ട് ഭർത്താവിന്റെ സിമ്പതി പിടിച്ചിട്ട്. പെണ്ണുങ്ങളുടെ വീക്ക്നെസ് ആണ് ഈ കരയാന്ന് പറഞ്ഞാൽ. കരഞ്ഞ ആണുങ്ങൾ വേഗം വീഴും. അപ്പൊ എന്താവും? ചെറിയ സിമ്പിൾ കാര്യത്തിനൊരു കാര്യം, റീചാർജ് ചെയ്ത് കൊടുക്കാത്തതിന്റെ പേരിൽ അങ്ങോട്ട് കരയാൻ തുടങ്ങും. എന്താ പ്രശ്നം? ആളുകൾക്ക് വിചാരിക്കും, പഠിച്ചോനെ എന്തെങ്കിലും സംഭവിച്ചോ, കരയാൻ മാത്രം മരിച്ചോയോ, എന്താ പ്രശ്നം നോക്കും വീട്ടാല്. ഒന്നുമില്ലും, അത് റീചാർജ് ചെയ്യാത്തതിന്റെ പേരിൽ കരയാണ്. പഠിച്ചോനെ റീചാർജ് ചെയ്യാത്തതിന്റെ പേരിൽ കരയാണോ? ഇങ്ങനെ ചെറിയ ചെറിയ വിഷയത്തിലൊക്കെ കരയാ. കരഞ്ഞിട്ട് കാര്യം സാധിപ്പിക്കുക. ഇത് ആരെ പണിയെന്നറിയോ? ഇത് കുട്ടികളെ പണിയാണ്, ചെറിയ കുട്ടികളെ പണിയാണ്. ഉമ്മ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ കുട്ടികൾ കരയും, മുലപ്പാല് ലഭിക്കാതിരിക്കുമ്പോൾ കുട്ടികൾ കരയും. അങ്ങനെ കുട്ടികൾ കരയുമ്പോൾ ഉമ്മ ശ്രദ്ധിക്കും. അതേപോലെ കരഞ്ഞുകൊണ്ടും പരാതി പറഞ്ഞുകൊണ്ടും ഭർത്താവിനെ നിരന്തരമായി ടോർച്ചർ ചെയ്യുന്ന ഭാര്യമാരെ നിങ്ങൾ വിവാഹം കഴിക്കരുത് എന്നാണ് അറബികൾ പറഞ്ഞത്. വൽ മന്നാന, രണ്ടാമത്തെ വിഭാഗം മന്നാന എന്ന് പറയുന്ന വിഭാഗമാണ്. എന്താണ് മന്നാന എന്ന് പറഞ്ഞാൽ? എപ്പോഴും ചെയ്ത ഗുണങ്ങൾ എടുത്തു പറയുന്ന പെണ്ണ്. ഭർത്താവിനോട് പറയും, ഞാൻ നിങ്ങൾ കലക്കി തന്നിട്ടില്ലേ, ഞാൻ നിങ്ങൾ കയ്യൺ ചെയ്ത് തന്നിട്ടില്ലേ, ഞാനല്ലേ വീടടിച്ചു വാരുന്നത്, ഞാനല്ലേ നാസയുണ്ടാക്കുന്നത്, ഞാൻ അങ്ങനെയാക്കിയിട്ടില്ലേ, ഞാൻ ഇങ്ങനെയാക്കിയിട്ടില്ലേ. ജീവിതത്തിൽ ഭർത്താവിന് ചെയ്തു തരുന്ന എല്ലാ സഹായങ്ങളും ഗുണങ്ങളും എടുത്തു പറയുന്ന സ്വഭാവക്കാരിയായ മന്നാന എന്ന് പറയുന്ന വിഭാഗത്തെ വിവാഹം കഴിക്കരുത് എന്ന് അറബികൾ പറയുന്നുണ്ട്. മൂന്നാമത്തെ വിഭാഗം വൽ ഹന്നാന, മറ്റൊരാളെ കുറിച്ച് ഭർത്താവിനോട് മറ്റൊരു ഭർത്താവിന്റെ വിശേഷണങ്ങൾ പറയുന്ന ഒരാൾ. അഥവാ കല്യാണം കഴിച്ച് ഭാര്യ പറയാണ്, നിങ്ങൾ എന്താ ഇങ്ങനെ, എന്റെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് ഇങ്ങനെയാണ്, ആ അയൽവാസിയായ പാത്തുമാന്റെ ഭർത്താവ് ഇങ്ങനെയാണ്, എന്റെ ചങ്ങാതിയുടെ ഭർത്താവ് ഇങ്ങനെയാണ്, നിങ്ങൾ എന്തേ ഇങ്ങനെയായി പോയി, എനിക്കെന്തേ നിങ്ങൾ കിട്ടിപ്പോയി എന്ന രീതിയിൽ മറ്റുള്ള ഭർത്താക്കന്മാരുടെ ഇങ്ങനെ നന്മ ഇങ്ങനെ പറയാ.
അവരുടെ ഗുണങ്ങൾ പറയാ, അവരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്ന ഈ വിഭാഗം സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കരുത് എന്ന് മഹാന്മാരായ അറബികൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അറബികൾക്ക് ഇത് പറയാം, കാരണം അവര് കല്യാണം 4-5 കഴിക്കുന്ന ടീമാണ്. അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും പെണ്ണുങ്ങളെ കുറിച്ച്. നമ്മൾ ഒന്നിലെ കഴിക്കുന്നുള്ളൂ, നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അറബികൾ 4 കഴിച്ചില്ലെങ്കിൽ മോശമെന്ന് പറയാം. പെണ്ണുങ്ങൾക്ക് വലിയ എതിരഭിപ്രായമില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആ ഒരു പുരുഷൻ 2ാമത് കഴിക്കാന്ന് പറഞ്ഞാൽ എന്തോ ഒരു മലമറിഞ്ഞ് വീഴുന്നത് പോലെ വീടിയാണ് പെണ്ണുങ്ങൾക്ക്. എന്നാൽ അറബിക പെണ്ണുങ്ങൾ അങ്ങനെയല്ല. അവർക്ക് ഭർത്താവിനോട് തന്നെ അവരെന്നെ പറയും, നിങ്ങൾ വേറൊന്നും കഴിച്ചോളി, നിങ്ങൾ 2 കഴിച്ചോളി, നിങ്ങൾ 3 കഴിച്ചോളി. നിങ്ങൾ പത്രത്തിലൊക്കെ വന്ന വാർത്ത ഉണ്ട്, ഭർത്താവ് ഒരു പ്രപ്പോസൽ നടത്തിയപ്പോ പെണ്ണ് പറഞ്ഞു, എന്റെ കൂടെ എന്റെ 2 ചങ്ങാതിമാരുണ്ട്, അവരും കൂടി കല്യാണം കഴിച്ചാലേ ഞാൻ നിങ്ങൾ വിവാഹം കഴിക്കുള്ളൂ. മനസ്സിലായോ? കൂടെ പഠിച്ച എന്റെ 2 കൂട്ടുകാരികളെ നിങ്ങൾ വിവാഹം കഴിക്കണം, എന്നാലേ ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കൂ. നമ്മുടെ നാട്ടിലുള്ള പെണ്ണുങ്ങളാണെങ്കിലോ അടച്ചോനെ പറയണം, തല പോലെ പുതിയാപ്പുഴയുടെ തല പോലെ. അപ്പൊ അതുകൊണ്ട് അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും, ഓരോ പെണ്ണുങ്ങളെ അനുഭവിച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും. അതുകൊണ്ട് അവർ പറയും ഇതൊക്കെ. അപ്പൊ അതുകൊണ്ട് 3ാമത്തെ വിഭാഗം മറ്റൊരു ഭർത്താവിന്റെ മറ്റുള്ള പുരുഷന്മാരുടെ ഗുണങ്ങൾ എടുത്തു പറയുന്ന പെണ്ണുങ്ങളെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. 4ാമത്തേത് വൽ ഹജ്ജാഖ, എന്ത് കണ്ടാലും അത് വേണമെന്ന് വാശി പിടിക്കുന്ന വിഭാഗം. തർമി ഇലാ കുല്ലി ഷൈഇൻ ബിഹദഖതിഹാ ഫതശ്തഹീഹി, ഇങ്ങനെ അങ്ങാടിയിൽ പോയാൽ, ടൗണിൽ പോയാൽ എനിക്കത് വേണം, ഇത് വേണം, കുട്ടിക്കത് വേണം, ഉമ്മാക്കത് വേണം, ഉപ്പാക്കിത് വേണം, വീട്ടിലിത് വേണം, ആങ്ങളിക്കിത് വേണം, ഇങ്ങനെ കണ്ട വസ്തുക്കളെല്ലാം വേണമെന്ന് വാശി പിടിച്ചിട്ട് ഭർത്താവിനെ ശല്യം ചെയ്യുന്ന ഭാര്യമാരെ നിങ്ങൾ വിവാഹം കഴിക്കരുത് എന്നാണ് ആര് പഠിപ്പിക്കുന്നത്? മഹാന്മാരായ അറബികൾ. 5ാമത്തെ വിഭാഗം വൽ ബറാഖ. ബറാഖ എന്ന് പറഞ്ഞാൽ എന്താണ്? ബുറാഖല്ല, ബറാഖ. ബറാഖ എന്ന് പറഞ്ഞാൽ അൻതകൂന തൂലൻ നഹാരി, രാവിലെ മുതൽ വൈകുന്നേരം വരെ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്ന പെണ്ണുങ്ങള്. എപ്പോ നോക്കിയാലും കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുക. പറഞ്ഞതുപോലെ സ്കാർഫ് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടേയിരിക്കുക. ക്ലാസ് റൂമിൽ കയറിയാൽ വൈകുന്നേരം വരെ പെൺകുട്ടികൾക്ക് പണി എന്താ? അതിങ്ങനെ സൂചിയാക്കുന്ന പണിയാണ്. ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ സൂചിയാക്കുക. ബസ്സിൽ കയറിയ വീട്ടിൽ നിന്നിറങ്ങി ബസ് സ്റ്റാൻഡ് എത്തുമ്പോഴേക്കും 100 വട്ടം ഇങ്ങനെ ആക്കിയിട്ടുണ്ടാവും. ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തിക്കാണ് 50 വട്ടം ഇങ്ങനെ ആക്കിയിട്ടുണ്ടാവും. ആ പാവങ്ങൾ ബസ്സിൽ ഇങ്ങനെ തിരക്കിൽ നിൽക്കുകയാണ്, പിടിക്കാൻ ഒരു കമ്പി പോലില്ല, എന്നിട്ട് പോലും ഈ സാധനം വിടൂല, അതിങ്ങനെ സൂചിയാക്കിക്കൊണ്ടേയിരിക്കുക. ചുരുക്കി പറഞ്ഞാൽ മൊഞ്ചിനെ കുറിച്ചും സൗന്ദര്യത്തെ കുറിച്ചും വല്ലാത്ത ബോധമുള്ള, അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ പൈസ സ്പെൻഡ് ചെയ്യുന്ന, അതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്ന, 24 മണിക്കൂറും സൗന്ദര്യബോധത്തിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്ന പെണ്ണുങ്ങളെ നിങ്ങൾ വിവാഹം കഴിക്കരുത് എന്നാണ് അറബികൾ പറയുന്നത്. മേക്കപ്പിന് വേണ്ടി നല്ല പൈസ വേണം, ശരീരത്തിന്റെയും മുഖത്തിന്റെയും സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി നല്ലൊരു സമ്പത്ത് വേണം, നല്ലൊരു ചെലവ് വേണം. എപ്പോ നോക്കിയാലും കണ്ണാടിയുടെ മുമ്പിലാണ്. ചിന്ത മുഴുവനും വസ്ത്രം ധരിക്കുന്നത്, പുറത്തു പോകുന്നത്, അങ്ങാടികളിൽ ഇറങ്ങുന്നത്, സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നത്, അയൺ ചെയ്യുന്നത്, ഫേസ് വാഷ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഫേഷ്യൽ ചെയ്യുന്നത്, ബ്ലീച്ചിങ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള സൗന്ദര്യത്തിന്റെ ചിന്ത മാത്രമുള്ള ഒരു വിഭാഗം പെണ്ണുങ്ങളെ നിങ്ങൾ വിവാഹം കഴിക്കരുത് എന്നാണ് അറബികൾ പറഞ്ഞത്. അവസാനമായി 6ാമതായി പറഞ്ഞത്, നിരന്തരമായി ടോക്കറ്റീവായ, സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന, ചാറ്റർ ബോക്സ് എന്ന് പറയാൻ പറ്റുന്ന, കണ്ടാളുകളോടൊക്കെ സംസാരിക്കും, ഒരു ഒതുങ്ങിയൊരു സ്വഭാവമില്ല. ആരെ കണ്ടാലും അവരോട് സംസാരിക്കും, ഒന്നും അറിഞ്ഞു നിൽക്കാൻ ശ്രമിക്കൂല. അന്യപുരുഷന്മാരാണ്, പരിചയമില്ലാത്തവരാണ്. ഭർത്താവിന്റെ ചങ്ങാതിമാരുണ്ടായാൽ ഇങ്ങനെ സംസാരിക്കും. വീട്ടിലേക്ക് ആരെങ്കിലും വന്നാൽ ആണുങ്ങളുണ്ടോ ഇല്ലേ എന്നതില്ല. വീട്ടിലേക്ക് വരുന്ന ആളുകളൊക്കെ സ്വീകരിച്ച് അവരോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുക. വീട്ടിലേക്ക് സിലിണ്ടറുമായി വരുന്നവർ, ഗ്യാസുമായി വരുന്നവർ, ഫ്രിഡ്ജ് ശരിയാക്കാൻ വരുന്നവർ, പിന്നെ ലൈൻമാൻമാർ, ഇലക്ട്രിസിറ്റി ബില്ലുമായി കടന്നു വരുന്നവർ, അങ്ങനെ ആരൊക്കെയാണോ വീട്ടിലേക്ക് വരുന്നത് അവരോടൊക്കെ ഇങ്ങനെ സ്വറ പറഞ്ഞിരിക്കുന്ന ഒരു വിഭാഗം പെണ്ണുങ്ങളെ നിങ്ങൾ വിവാഹം കഴിക്കരുത് എന്ന് മഹാന്മാരായ അറബികൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ 6 വിഭാഗത്തിൽ പെടാത്ത പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ കല്യാണം കഴിച്ചാൽ മതി. ഇനി കഴിച്ച ആളുകളൊക്കെ 2ാമതൊന്നും ആലോചിക്കണ്ട, തൽക്കാലം ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളൂ. പുതിയൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട. ഉസ്താദ് പറഞ്ഞ പോലെ ഇനി ഇങ്ങനെ ഒരു പെണ്ണുണ്ടോ നോക്കി നടക്കണ്ട. നിങ്ങൾ ദുആ ചെയ്തോളി, ഉള്ളതിനെ നേരാക്കാൻ വേണ്ടിയിട്ട്. അല്ലാഹുവേ എന്റെ ഭാര്യയെ കൺകുളിർമയുള്ളവരിൽ ഉൾപ്പെടുത്തണേ എന്ന് ദുആ ചെയ്യുവീൻ. നിങ്ങൾക്ക് പറയാണ്ടാവും ഇങ്ങനെയുള്ള കുറച്ച് ഭർത്താക്കന്മാരെ കഥയും പറയാൻ, അല്ലെ? ഏത് വിധം ഭർത്താക്കന്മാരെ കല്യാണം കഴിക്കണ്ട, അതും കൂടി പറഞ്ഞൊരു ഉസ്താദ് എന്ന് പറയാണ്ടാവും. എന്നാൽ തൽക്കാലം അത് പറയുന്നില്ല. ഇപ്പൊ തൽക്കാലം നിങ്ങളെ കുറിച്ച് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ.
റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവേ, എന്റെ ഭാര്യയെ നീ കൺകുളിർമയുള്ളവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. എന്റെ ഭർത്താവിനെ കൺകുളിർമയുള്ളവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. എന്റെ മക്കളെ നീ നല്ല കൺകുളിർമയുള്ള മക്കളാക്കണേ എന്ന് നിരന്തരമായി ദുആ ചെയ്യുക. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യയുടെ കുറവ് നോക്കി നടക്കരുത് ഭർത്താക്കന്മാരെ. കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഭാര്യയുടെ കുറവ് നോക്കി നടക്കണ്ട. കല്യാണം കഴിക്കാത്തവരോടാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. ഇനി വീട്ടിൽ പോയിട്ടാ നിന്നെ കുറിച്ച് എന്നാ പറഞ്ഞത്, നിന്നെ കുറിച്ച് എന്നാ പറഞ്ഞത് പറയാൻ നിൽക്കണ്ട. കല്യാണം കഴിച്ചവരെ കുറിച്ചല്ല, കഴിക്കാത്ത ആളുകളോട് ഇത് പറഞ്ഞു. ഇതുവരെ കഴിച്ചവരൊന്നും കേൾക്കാത്തത് പോലെ അഭിനയിച്ചോളൂ. കാരണം നിങ്ങളത് കഴിഞ്ഞു, ടൈം കഴിഞ്ഞു. വിവാഹം കഴിക്കലോടുകൂടി നിങ്ങളുടെ സമയം കഴിഞ്ഞു. ഇനി കഴിക്കാത്ത ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവരാണ് ഈ വിഷയങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. വിവാഹം കഴിഞ്ഞ ോട് പറയാനുള്ളത്, ലാ യഫ്റുഖു മുഅ്മിനുൻ മുഅ്മിന. ഒരു ഭർത്താവും ഭാര്യയെ വെറുക്കാൻ പാടില്ല. ഒരു ഭർത്താവും ഭാര്യയെ വെറുക്കാൻ പാടില്ല. എന്തുകൊണ്ട്? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ. നിങ്ങളുടെ ഭാര്യ ഈ പറയപ്പെട്ട 6 സ്വഭാവങ്ങളിൽ ഏതെങ്കിലും ഒരു സ്വഭാവമുണ്ട് എന്ന് പറഞ്ഞ് വീട്ടിൽ പോയി ഭാര്യയെ വെറുക്കാൻ നിൽക്കണ്ട. ഒരുപക്ഷെ ഭാര്യ ഞാൻ പറഞ്ഞതുപോലെ സൗന്ദര്യത്തെ വല്ലാതെ ശ്രദ്ധിക്കുന്ന ഭാര്യയാവും. അപ്പൊ അവളോട് പറയണ്ട, നിന്നെ കുറിച്ച് എന്നെ പറഞ്ഞത്, നിന്നെ കെട്ടിട്ട് ഞാൻ തോറ്റു പറയണ്ട. ഒരുപക്ഷെ അങ്ങനെയൊക്കെ സ്വഭാവമുള്ള പെണ്ണാണെങ്കിലും അവള് നല്ല പാചകക്കാരിയാവും. അതുകൊണ്ട് അവൾ നല്ലൊരു കുക്കിംഗ് ആണല്ലോ, നല്ലൊരു കുക്കിംഗ് അറിയുന്ന, പാചകം അറിയുന്ന പെണ്ണാണല്ലോ എന്ന് വിചാരിച്ച് അവളെ ഇഷ്ടപ്പെടാനാണ് നീ ശ്രമിക്കേണ്ടത്. ഇനി പറഞ്ഞതുപോലെ എപ്പോഴും കരയുന്ന, പരാതി പറയുന്ന പെണ്ണാണെങ്കിൽ, ഇങ്ങനൊക്കെ പരാതിയും കരച്ചിലൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ എല്ലാ കാര്യവും സമയത്ത് വളരെ ഭംഗിയായി നിർവഹിച്ചു തരുന്നുണ്ടല്ലോ, അതുകൊണ്ട് അവളെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കണമെന്നാ പറയുന്നത്. അതേപോലെ എന്ത് കണ്ടാലും വേണമെന്നവൾ പറയുന്നുണ്ടെങ്കിലും അവള് വീട്ടിലെത്തിയാൽ മക്കളെ വളരെ നന്നായി പഠിപ്പിക്കുന്നവളാണ്. നല്ല അച്ചടക്കത്തോടെ മക്കളെ ദീനീ ബോധത്തോടുകൂടി വളർത്തുന്നവളാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു പോസിറ്റീവായ വശം കണ്ട് നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കാൻ സമയം കണ്ടെത്തണം, വെറുക്കാൻ സമയം കണ്ടെത്തരുത്. അവരുടെ കുറവുകൾ കണ്ട്, അവരുടെ വീക്ക്നെസ്സുകൾ കണ്ട്, അവർക്ക് സൗന്ദര്യമില്ലാത്തതിന്റെ പേരിൽ, നിറമില്ലാത്തതിന്റെ പേരിൽ, ഹൈറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ, തടി കൂടിയതിന്റെ പേരിൽ, തടി ഇല്ലാത്തതിന്റെ പേരിൽ, ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഭാര്യമാരെ വെറുക്കണ്ട. തടി കൂടിയാലെന്താ, തടി കൂടിയാലെന്താ, നല്ല നിറമില്ലേ, നല്ല സ്വഭാവമല്ലേ. തടി കുറഞ്ഞാലെന്താ, നല്ല ഹൈറ്റ് ഇല്ലേ. ഇങ്ങനെ ഓരോ വിഷയങ്ങൾ, നല്ല വിഷയങ്ങൾ, നല്ല പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ ഭാര്യമാരിൽ കാണണം. എന്നിട്ട് അവരെ സ്നേഹിക്കാൻ ശ്രമിക്കണം, അവരെ വെറുക്കരുത് എന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഈ ഒരു ഹദീസ് ഞാൻ പറഞ്ഞു തരാനുള്ള കാരണം, വീട്ടിൽ പോയി ഭാര്യമാരോട് നിന്നെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് ഒരു ഭർത്താവും പറയാൻ പാടില്ല. ഇത് കല്യാണം കഴിഞ്ഞവരെ കുറിച്ചല്ല പറയുന്നത്, കഴിക്കാൻ പോകുന്ന പുതിയ ചെറുപ്പക്കാരോടാ പറയുന്നത്. അതേപോലെ കഴിക്കാൻ പോകുന്ന പുതിയ ചെറുപ്പക്കാരികളോടാ പറയുന്നത്. ഈ 6 സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ മാറ്റാൻ ശ്രമിക്കണം. അഥവാ വെറും സൗന്ദര്യത്തെ കുറിച്ച് മാത്രം കൺസേൺ ഉള്ള ആളുകളാണെങ്കിൽ, അതേപോലെ എന്ത് കിട്ടിയാലും വേണമെന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ, എപ്പോഴും പരാതി പറയുന്ന സ്വഭാവക്കാരാണെങ്കിൽ, അതേപോലെ തന്നെ നിരന്തരമായി കാണുന്നവരോടൊക്കെ സംസാരിക്കുന്ന ആളുകളാണെങ്കിൽ, അതേപോലെ തന്നെ ഈ ചെയ്ത ഗുണങ്ങളൊക്കെ എടുത്തു ആളുകൾ, മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറയുന്ന ഈ 6 രീതിയിലുള്ള സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റണം. അതേപോലെ വിവാഹം കഴിക്കാൻ പോകുന്ന ഉമ്മമാരെ, നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പ്രത്യേകമായി പറയണം, ഈ 6 സ്വഭാവങ്ങൾ വിവാഹം കഴിച്ചാൽ നിങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന്. ഇവിടെയുള്ള ഉമ്മമാരോടായി എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മക്കളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ആ മക്കളെ അടുത്തേക്ക് വിളിച്ചവരോടൊന്ന് ഉപദേശിക്കണം. അവരെ ഒരു ചങ്ങാതിയെ പോലെ, അടുത്ത് വിളിച്ചൊരു കൂട്ടുകാരിയെ പോലെ അവരുടെ ഷോൾഡറിൽ കൈവച്ചവരോട് പറയണം, വിവാഹം കഴിച്ചാൽ ഭർത്താവിന്റെ മുമ്പിൽ കരഞ്ഞ് കരഞ്ഞ് പരാതിയും പരിഭവവും പറയുന്നൊരു സ്വഭാവം നിനക്കുണ്ടാവാൻ പാടില്ല. അതേപോലെ രണ്ടാമതായി പറയേണ്ടത്, ഭർത്താവിന് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്താൽ അത് എടുത്തു പറയരുത്, ഗുണം എടുത്തു പറയുന്ന സ്വഭാവം നിനക്കുണ്ടാവാൻ പാടില്ല. മൂന്നാമതായ ഒരു മാതാവ് തന്റെ മക്കളോട് പറയേണ്ട ഉപദേശം, വിവാഹം കഴിഞ്ഞാൽ നിന്റെ ഭർത്താവിനോട് മറ്റുള്ള പുരുഷന്മാരുടെ മദഹ് പറയാൻ പാടില്ല, മുഖസ്തുതി പറയാൻ പാടില്ല.
നാലാമതായി പറയേണ്ടത് നിങ്ങളുടെ മക്കളോട് എന്ത് കണ്ടാലും അത് വേണമെന്ന് ഭർത്താവിനോട് ആവശ്യപ്പെടരുത്. എന്ത് കണ്ടാലും അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ഭർത്താക്കന്മാരെ നിങ്ങൾ ശല്യം ചെയ്യരുത് എന്നൊരു വിവാഹം കഴിച്ചു കൊടുക്കുന്ന മാതാവ് മക്കളോട് പറയണം. അഞ്ചാമതായി പറയാനുള്ളത്, വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് മുഖം ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് നടക്കണ്ട. അടുക്കളയിൽ പോകണം, ഭർത്താവിന്റെ ഉമ്മയെ സഹായിക്കണം, വീട്ടുകാരെ സഹായിക്കണം. വെറും സൗന്ദര്യത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചു നടക്കരുത് എന്ന് മാതാവ് മക്കളോട് പറയണം. ആറാമതായി പറയേണ്ടത്, കാണുന്ന ആളുകളോടൊക്കെ സംസാരിക്കാൻ നിൽക്കണ്ട. ഭർത്താവിന്റെ വീട്ടിലേക്ക് പലരും വരും, ഭർത്താവിന്റെ സുഹൃത്തുക്കൾ വരും, അതുപോലെ പുറത്തു നിന്നുള്ള പല ആളുകളോട് വരും. അവരുടെയൊക്കെ മുമ്പിൽ പോയി നിന്ന് സംസാരിക്കാൻ നിൽക്കണ്ട. നീ നിന്റെ റൂമിൽ പോയി നിന്റെ ആവശ്യങ്ങളിൽ ഇടപെടേണ്ട വിഷയങ്ങളിൽ മാത്രം ഇടപെട്ടാൽ മതി. ഈ ഉപദേശങ്ങളെല്ലാം എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്ന മക്കളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് വിവാഹം കഴിച്ചു പോയാൽ പല ദാമ്പത്യ ജീവിതവും വിള്ളലുണ്ടാവുന്നത്, പലരും പിണങ്ങി വരുന്നത്, പലരും ഡിവേഴ്സ് ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പിണക്കങ്ങളില്ലാത്ത വിവാഹങ്ങളില്ല. ഈ സദസ്സിൽ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഞാൻ ഭാര്യയോട് പിണങ്ങിയിട്ടില്ല, ഇന്ന് വരെ ഞാൻ ഭാര്യയോട് ദേഷ്യപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ ആർക്കാ ധൈര്യം വരിക? ഇന്ന് വരെ ഞാൻ എന്റെ ഭാര്യയോട് ദേഷ്യപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പുതിയാപ്പള്ളി സദസ്സിലുണ്ടോ? ഇന്നലെ കല്യാണം കഴിഞ്ഞവരൊന്നും കൈവന്തിക്കണ്ട. കാരണം ഇന്നലെ കഴിഞ്ഞാൽ കുറച്ച് ടൈമുണ്ട്, ഒരു 6 മാസം സമയമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം 6 മാസം കഴിഞ്ഞ അതിനുണ്ടോ? ഇന്ന് വരെ ഞാൻ ഭാര്യയോട് ദേഷ്യപ്പെട്ടിട്ടില്ല, പിണങ്ങിയിട്ടില്ല, അടിച്ചിട്ടില്ല, ചൂടായിട്ടില്ല. ആരുമില്ല. അത് സ്വാഭാവികമാണ്. ആണും പെണ്ണും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിണക്കങ്ങൾ സ്വാഭാവികമാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ദാമ്പത്യ ജീവിതത്തിലും ഇതുപോലെ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പിണക്കമുണ്ടായി പെട്ടെന്ന് എടുത്തുചാടുന്നവരാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. എടുത്തുചാടുന്നവരാണ് ഭാര്യമാരെന്ന് പറയുന്നത്. ചിന്തിക്കാതെ എന്തെങ്കിലും വിളിച്ചു പറയുന്നവരാണ്. അതുകൊണ്ട് ഭർത്താവിനോട് പിണങ്ങി, ഭർത്താവിന്റെ മാതാവിനോട് പിണങ്ങി, ഭർത്താവിന്റെ സഹോദരിമാരോട് പിണങ്ങി, ഇപ്പൊ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകണം, ഞാൻ വീട്ടിൽ പോകുന്നു, നിങ്ങളുടെ വീട്ടിൽ എനിക്ക് നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി നിങ്ങളുടെ സ്വന്തം മാതാവിന്റെ വീട്ടിലേക്ക് വന്നാൽ എന്താണ് ഒരു മാതാവ് ചെയ്യേണ്ടത്? നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുത്ത നിങ്ങളുടെ മകൾ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണ്, അല്ലെങ്കിൽ ഒരു ഫോൺ ചെയ്യുകയാണ്, ഉമ്മ നിങ്ങൾ ഇപ്പൊ വരണം, എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല, ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഭർത്താവിനോട് പറഞ്ഞു എന്നെ ഇപ്പൊ വീട്ടിൽ കൊണ്ടുപോയി ഇറക്കണമെന്ന് പറഞ്ഞു, എന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്കൊന്നേ ചെയ്യാനുള്ളൂ. വീട്ടിലേക്ക് പരാതിയും പരിഭവങ്ങളുമായി, ഭർത്താവിന്റെ 100 കൂട്ടം തെറ്റുകളുമായി, അവരുടെ കുറവുമായി വരുന്ന നിങ്ങളുടെ മക്കളെ അവര് പറയുന്നത് പോലെ കേട്ട്, അവര് പറയുന്നത് പോലെ അനുസരിച്ച് ഇനി മേലാൽ നീ ആ വീട്ടിലേക്ക് പോകണ്ട, നീ ഇവിടെ നിന്നോ, നമുക്ക് ത്വലാഖ് ചെല്ലാം എന്ന് പറഞ്ഞ് അവളെ വീട്ടിലിരുത്താനല്ല നിങ്ങൾ ശ്രമിക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ മരുമക്കളുടെ കൂടെയാണ് നിൽക്കേണ്ടത്, നിങ്ങൾ ഭർത്താക്കന്മാരുടെ കൂടെയാണ് നിൽക്കേണ്ടത്. ഏതെങ്കിലും ഒരു ഉമ്മ വീട്ടിൽ നിന്നിറങ്ങി വരുന്ന പെണ്ണിന്റെ കൂടെ നിന്നാൽ ആ ദാമ്പത്യ ജീവിതം ത്വലാഖിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട. ഏതെങ്കിലും ഒരു പിതാവോ ഏതെങ്കിലും ഒരു മാതാവോ വീട്ടിൽ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി വരുന്ന തന്റെ മക്കളോട്, തന്റെ മകളോട് നീ ഇവിടെ പോണ്ട എന്ന് പറഞ്ഞ് മകളുടെ കൂടെ നിന്നാൽ ആ വിവാഹം ഡിവേഴ്സിലേക്കാണ്, വിവാഹമോചനത്തിലേക്കാണ് എത്തുക. നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് സമാധാനത്തോടുകൂടെ അവളെ ആശ്വസിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇനി മേലാൽ ഞാൻ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകൂല എന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന ഒരു മകൾ നിങ്ങൾ അവളെ ആശ്വസിപ്പിച്ച് ഒരു ദിവസം കഴിഞ്ഞാൽ ഇന്നലെ എടുത്തുചാടി അഭിപ്രായം പറഞ്ഞവളാണ്, ഇന്നവൾക്ക് തോന്നും എനിക്ക് എന്റെ ഭർത്താവിനെ വേണമെന്ന്, എനിക്ക് എന്റെ ഭർത്താവിനെ കാണണമെന്ന്. നിങ്ങളോട് തന്നെ പറയും എന്നെ അവിടെ കൊണ്ടാക്കണം, എന്റെ ഭർത്താവിന്റെ വീട്ടിൽ നിങ്ങളൊന്ന് എന്നെ എത്തിക്കണമെന്ന് അതേ പെണ്ണ് തന്നെ നിങ്ങളോട് തിരിച്ചു പറയും. അങ്ങനെ അവരൊന്ന് ആശ്വസിപ്പിച്ച് സമാധാനിപ്പിക്കുന്നതിന് പകരം നിങ്ങളുടെ മക്കളുടെ കൂടെ നിന്നിട്ട് ആ ഭർത്താവിന്റെ കുറവുകൾ ഭാര്യയോട് പറഞ്ഞ് ത്വലാഖിലേക്കോ ഡിവേഴ്സിലേക്കോ വിവാഹ ജീവിതത്തെ എത്തിക്കരുത് എന്നാണ് ഓരോ പെൺമക്കളുടെ മാതാപിതാക്കളോടും എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ബാധ്യതയാണ് ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ അവരെ സഹായിക്കേണ്ടത്. കാരണം നിങ്ങൾ അനുഭവസ്ഥരാണ്. കല്യാണം കഴിഞ്ഞ് 10, 20, 30 വർഷങ്ങളായവരാണ് നിങ്ങൾ. നിങ്ങൾക്ക് ദാമ്പത്യ ജീവിതം എന്താണെന്നറിയാ, അവിടെ പിണക്കങ്ങൾ ഉണ്ടെന്നറിയാ, അവിടെ ഇണക്കങ്ങൾ ഉണ്ടെന്നറിയാ, അവിടെ അടിപിടിയുണ്ടാകുമെന്നറിയാം, ദേഷ്യപ്പെടുമെന്നറിയാം. ചെറിയ ചെറിയ സിപിടി കേസിന്റെ പേരിൽ, സില്ലി കാര്യങ്ങളുടെ പേരിലൊക്കെ പിണക്കമുണ്ടാവാൻ സാധ്യതയുള്ള മേഖലയായതുകൊണ്ട് നിങ്ങൾ മക്കളുടെ കൂടെ നിന്നിട്ട് അകറ്റാനല്ല ശ്രമിക്കേണ്ടത്, രണ്ടുപേരെയും ഇണക്കാൻ ശ്രമിക്കണമെന്ന് ഞാൻ ഉണർത്തുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ
ഈ കാര്യങ്ങളൊക്കെ ഭാര്യമാരും മക്കളോട് ഉമ്മമാര് പറയാം. ഇങ്ങനെയൊക്കെ ഒരു ഉമ്മ ഈ 6 വിശേഷണങ്ങളിൽ നിന്ന് മാറി നിന്ന് ഒരു സ്വൽസ്വഭാവിയായ ഉമ്മയായി മാറണം. ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോടുള്ള ബാധ്യത ഇങ്ങനെ ദുസ്വഭാവങ്ങളില്ലാത്ത പെൺകുട്ടികളെ വിവാഹം കഴിക്കുക എന്നുള്ളതാണ്. ദുസ്വഭാവങ്ങളില്ലാത്ത പെൺകുട്ടികളെ കല്യാണം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. അഥവാ ദീനീബോധമുള്ള അള്ളാഹുവിനെ പേടിയുള്ള പെൺകുട്ടികളെ തെരഞ്ഞെടുക്കുക. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കളെ ദീനിയായ ചിട്ടയിൽ വളർത്താൻ കഴിവുള്ള പെൺകുട്ടികളെ നോക്കി വിവാഹം കഴിക്കുക. എങ്കിൽ നിങ്ങളുടെ മക്കളോടുള്ള ഒന്നാമത്തെ ബാധ്യത വളരെ ഭംഗിയായി നിങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. രണ്ടാമതായി നമ്മൾ ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാകാം, ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് ആളുകളെ കാണാം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെ വളർത്തിയത് മൂസാ നബിയുടെ മാതാവാണ്, പിതാവല്ല. ഈസാ നബി അലൈഹിസ്സലാമിനെ വളർത്തിയത് ഈസാ നബിയുടെ മാതാവാണ്. അതേപോലെ തന്നെ മഹദിയായ സഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ് സുബൈർ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വളർത്തിയത് സഫിയ റളിയല്ലാഹു അൻഹുവാണ്. അങ്ങനെ മഹാനായ മുആവിയ എന്ന് പറയുന്ന മഹാനായ ഭരണാധികാരി, അദ്ദേഹത്തിന്റെ മാതാവ് ഹിന്ദാണ് മുആവിയെ ഒരു പ്രഗൽഭനായ ഭരണാധികാരിയാക്കി മാറ്റിയത്. അതേപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ വളർത്തിയത് അസ്മാ ബീവി റളിയല്ലാഹു അൻഹുവാണ്. അതേപോലെ തന്നെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയായ ഉമ്മു ആസിമിന്റെ മകൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ 5ാം ഖലീഫ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ. അവരുടെ ഭാര്യ പാലിൽ വെള്ളം ചേർക്കരുത്, ഇത് അല്ലാഹു കാണുന്നുണ്ട് എന്ന് പാലിലേക്ക് വെള്ളം ചേർക്കുന്ന ഉമ്മയോട് പറഞ്ഞ തെറ്റ് ചെയ്യരുത്. ഖലീഫ മദീനയിലല്ലേ, കാണൂല എന്ന് പറഞ്ഞപ്പോ ഖലീഫ എവിടെയുമായിക്കോട്ടെ അല്ലാഹു കാണൂല ഉമ്മ, പാലിൽ വെള്ളം ചേർക്കരുത്, വിശ്വാസ വഞ്ചന നടത്തരുത്, ചതിക്കരുത്, വഞ്ചിക്കരുത് എന്ന് ഉമ്മയുടെ മുഖം നോക്കി പറയാൻ തയ്യാറായ തന്റേടിയായ ആ മാതാവിൽ നിന്നാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഉണ്ടായത്. അതേപോലെ തന്നെയാണ് മഹാനായ ഇമാം ഷാഫിഈ തങ്ങളെ വളർത്തുന്നത് മാതാവാണ്. ഷെയ്ഖ് ജീലാനി തങ്ങളെ വളർത്തുന്നത് മാതാവാണ്. അതേപോലെ തന്നെ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹുവിനെ വളർത്തുന്നത് മാതാവാണ്. അതേപോലെ തന്നെയാണ് ഇസ്ലാമിക ചരിത്രത്തിലെ പ്രഗൽഭരായ ഇതിഹാസങ്ങളിൽ ബഹുഭൂരിഭാഗം ആളുകളെയും ഉമ്മയാണ് വളർത്തുന്നത്. പിതാവ് വളരെ നേരത്തെ മരിച്ചു പോകുന്നുണ്ട്. ഉമ്മ വളർത്തി എന്ന് പറയുമ്പോ എല്ലാവരും ഉമ്മനെ വളർത്തും നിങ്ങൾ ആലോചിക്കും, പക്ഷെ അങ്ങനല്ല. ഉപ്പ വളരെ നേരത്തെ മരണപ്പെടുന്നുണ്ട്. മറിയം ബീവിയുടെ മാതാവാണ് ഹന്നാ ബീവി റളിയല്ലാഹു അൻഹാ. മറിയം ബീവിയുടെ പിതാവ് ഇമ്രാൻ എന്നവർ വളരെ നേരത്തെ മരണപ്പെടുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളർത്തുന്നത് ആമിന ബീവിയാണ്. എന്നാൽ പിതാവ് അബ്ദുള്ള വളരെ നേരത്തെ മരണപ്പെടുന്നുണ്ട്. അങ്ങനെയല്ല മൂസാ നബിയുടേതായാലും ഈസാ നബിക്ക് പിതാവ് തന്നെയില്ല. അങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിലെ ഓരോ ഇതിഹാസങ്ങളുടെ കാര്യങ്ങൾ പഠിച്ചു നോക്കുമ്പോ, അവരുടെ ബയോഗ്രഫി നമ്മൾ പഠിച്ചു നോക്കുമ്പോ, അവരുടെ പിതാവ് വളരെ നേരത്തെ മരണപ്പെട്ടു പോവുകയും ഉമ്മയാണ് അവരെ വളർത്തിയത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്റെ കൊണ്ട് നേട്ടം, ഉമ്മമാര് ദീനീബോധമുള്ളവരായാൽ മാത്രമേ മക്കള് ദീനീബോധമുള്ളവരാകൂ എന്ന വിഷയത്തിലേക്കാണ് ഞാൻ വരുന്നത്. ആണുങ്ങളായ പുരുഷന്മാരായ ആളുകൾക്ക് വീട്ടിൽ ചെലവഴിക്കാൻ സമയം കിട്ടൂല, വീട്ടിലുണ്ടാവൂല. രാവിലെ നിങ്ങൾ ജോലിക്കിറങ്ങും, വൈകുന്നേരം 5 മണിക്കോ 6 മണിക്കോഴാണ് വീട്ടിലേക്ക് തിരിച്ചു വരിക. വേറെ ദൂരത്തെവിടെയാണെങ്കിൽ മാസത്തിലോ ആഴ്ചയിലോ വർഷത്തിലോ ഒരു തവണയാണ് വീട്ടിലേക്ക് വരിക. എന്നാൽ ഈ നാട്ടിലുള്ള എല്ലാ ഉമ്മമാരും 24 മണിക്കൂറും വീട്ടിലുള്ളവരാണ്. മക്കളുടെ കൂടെ 24 മണിക്കൂറും സമയം ചെലവഴിക്കുന്നവരാണ്. അതുകൊണ്ട് വിവാഹം കഴിക്കുമ്പോ ഒരു പുരുഷനെ അന്വേഷിക്കുമ്പോൾ ദീനീബോധമുള്ള പുരുഷനെ തേടണം എന്ന് പറയുന്നതിന് പകരം ഒരു പെണ്ണിനെ തേടുമ്പോൾ ദീനീബോധമുള്ള പെണ്ണിനെ തേടണമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതിന്റെ യുക്തി ഇതാണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം നല്ല ദീനീബോധമുള്ള പിതാവ് പെണ്ണാണെങ്കിലോ ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരു കൂതറ സ്വഭാവമുള്ള പെണ്ണ്, നല്ല ദീനീബോധമുള്ള പിതാവ്, കൂതറ സ്വഭാവമുള്ള ഒരു പെണ്ണ് ഉമ്മ, ആ മക്കള് നന്നാകുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ വഴിപിഴച്ചു പോയത്.
മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ വഴിപിഴച്ചു പോവാനുള്ള കാരണം നൂഹ് നബിയുടെ ഭാര്യ വഴിപിഴച്ചു എന്നുള്ളതാണ്. അതേപോലെ തന്നെ മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയും വഴിപിഴച്ചു പോയിട്ടുണ്ട്. പെണ്ണ് വഴിപിഴച്ചു പോയാൽ മക്കള് വഴിപിഴക്കും. എന്നാൽ ഒരു പെണ്ണ് നന്നായാൽ, ഉദാഹരണം പറഞ്ഞാൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം വളരുന്നത് ഫിർഔനിന്റെ കൊട്ടാരത്തിലാണ്. ഫിർഔൻ എന്ന് പറഞ്ഞാൽ ആരാ? ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും വലിയ ചമ്മാടിയാണ് ഫിർഔൻ, അല്ലേ? ഫിർഔനു ഹാദിഹിൽ ഉമ്മ എന്നാണ് അബൂജഹലിനെ കുറിച്ച് പറഞ്ഞത്. ഫിർഔനു ഹാദിഹിൽ ഉമ്മ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ തെമ്മാടി ഫിർഔനാണ്. എന്റെ സമുദായത്തിലെ തെമ്മാടി അബൂജഹലാണ്. ലോകത്തെ ഏറ്റവും വലിയ ചമ്മാടി ഫിർഔനാണ്. ഫിർഔനാണ് പിതാവിനെ പോലെ മൂസാ നബിയെ വളർത്തിയത്. ഫിർഔനാണ് പിതാവിനെ പോലെ മൂസാ നബിയെ വളർത്തിയത്. സത്യത്തിൽ ഫിർഔന് വളർത്തിയ മൂസാ നബി ഒരു പ്രവാചകനാവാൻ പാടില്ല. കാരണം ഫിർഔന് ഫ്രോഡാണ്. ഞാൻ ദൈവമെന്ന് അഭിപ്രായമുള്ളവരാണ്. അങ്ങനെ റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് അഭിപ്രായമുള്ള ആളാണ്. പിന്നെ എങ്ങനെ ഫിർഔൻ മൂസാ നബി നന്നായി? പിന്നെ എങ്ങനെയാണ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഒരു പ്രവാചകനായത്, നല്ലൊരു മനുഷ്യനായത്? അതിന്റെ പിന്നിലുള്ള യുക്തി ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹാ. ആസിയ ബീവി റളിയല്ലാഹു അൻഹാ എന്ന് പറയുന്ന ഒരു മാതാവ് കൊട്ടാരത്തിലുള്ളത് കൊണ്ടാണ് മൂസാ നബി ഒരു പ്രവാചകനായി വളരുന്നത്. ഫിർഔനിന്റെ കഴിവല്ലാതെ. ഫിർഔന് ചമ്മാടിയാണ് ആസിയ ബീവി റളിയല്ലാഹു അൻഹാ. ഫിർഔനിന്റെ ഭാര്യയാണെങ്കിലും നല്ല ദീനീ ബോധമുള്ള, സൂക്ഷ്മതയുള്ള, തഖ്വയുള്ള പെണ്ണായിരുന്നു. ഫിർഔനിന് ഒരു തവണ പോലും ആസിയ ബീവിയുമായിട്ട് കിടപ്പറ പങ്കിടാനുള്ള അവസരം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നത്. നാളെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം 4 സ്ത്രീകളെ പറഞ്ഞിട്ടുണ്ട്. അതിലൊരാൾ മഹദിയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹയാണ്. ഖദീജ ബീവി, ആസിയ ബീവി, മറിയം ബീവി, അങ്ങനെ ചില സ്ത്രീകളുടെ പേര് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളിൽ നിന്ന് പരിപൂർണരായ പെണ്ണുങ്ങളുടെ ഉദാഹരണം, സ്ത്രീകളിൽ നിന്ന് ഏറ്റവും പരിപൂർണരായ കുറച്ച് സ്ത്രീകളുടെ പേര് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. അതിലൊരാളാണ് മഹദിയായ ആസിയ ബീവി. ആ ആസിയ ബീവി വളർത്തിയത് കൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാം ഒരു പ്രവാചകനായി മാറുന്നത്. എന്നാൽ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു മൂസയെ വളർത്തുന്നുണ്ട്. പിതാവ് ജിബ്രീലാണ്. ജിബ്രീൽ എന്ന് പറഞ്ഞാൽ മാലാക്കമാരുടെ നേതാവാണ്. ആ ജിബ്രീൽ വളർത്തിയ മൂസ കാഫിറായി, സത്യനിഷേധിയായി, ചമ്മാടിയായി വളരുകയാണ് ചെയ്തത്. എന്തേ കാരണം? ഉപ്പ നല്ലവനാണ്, പക്ഷേ ആസിയ ബീവിയെ പോലെ നല്ലൊരു ഉമ്മയില്ല എന്നതാണ് കാരണം. ആസിയ ബീവിയെ പോലെ നല്ലൊരു ഉമ്മയില്ല. അതുകൊണ്ട് ഉമ്മയാണ് പ്രധാനം. വൽബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി വല്ലദീ ഖബുസ ലാ യഖ്റുജു ഇല്ലാ നകിദാ. നല്ല ഭൂമിയിൽ നിന്ന് നല്ല മക്കൾ ഉണ്ടാകൂ എന്നാണ് ഖുർആൻ പറയുന്നത്. നല്ല ഉമ്മമാരിൽ നിന്നേ നല്ല മക്കൾ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഉമ്മമാർ ദീനിയായ ദീനീ മേഖലയിൽ +2 വരെ പഠിക്കുന്നവരാകണം. മദ്രസ +2 ഉണ്ടോ ഇവിടെ? +2 വരെ മദ്രസ ഉണ്ടോ? മദ്രസ +2 വരെ നമ്മുടെ പെൺമക്കൾ പഠിക്കണം. സ്കൂളാണെങ്കിൽ എത്രത്തോളം പോകാൻ പറ്റുമോ അത്രത്തോളം പോയി പഠിച്ച് വിജയിച്ച് തിരിച്ചു വരണം. വായ നോക്കാൻ വേണ്ടിയിട്ട് 3 വർഷം ഡിഗ്രിക്ക് പോകുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. SSLC-യിൽ നല്ല മാർക്കോടുകൂടി പാസ്സായി, +2-ലും നല്ല മാർക്കോടുകൂടി പാസ്സായി, ഡിഗ്രി കോളേജുകളിലേക്ക് പോയി ഒരു ഇയർ പോലും, ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ ഒരു വിഷയം പോലും പരാജയപ്പെട്ടു പോയാൽ വീണ്ടും പരീക്ഷ എഴുതി അത് പരിഹരിച്ച് ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ PGക്ക് പഠിക്കാൻ പോകണം. അതിനു മുകളിലും പഠിക്കണം. എത്ര വരെ പഠിക്കാൻ പറ്റുമോ അത്ര വരെ ഒരു പെണ്ണ് പഠിക്കണം. മതം +2 വരെയാണ് നമ്മുടെ മദ്രസയുടെ. ഇനി നിങ്ങൾക്ക് സ്കൂളിലൊക്കെ അയക്കാൻ പേടിയാണ്. എത്രയോ വഫിയ കോളേജുകളുണ്ട്. മതവും ഭൗതികതയും സമന്വയിപ്പിച്ച് പഠിപ്പിക്കുന്ന ഹോസ്റ്റൽ സംവിധാനങ്ങളുള്ള എത്രയോ സ്ഥാപനങ്ങളുണ്ട്. കേരളത്തിൽ ഇഷ്ടം പോലെയുണ്ട്. അവിടെയൊക്കെ കൊണ്ടുപോയി മക്കളെ ചേർക്കുക. പഠിച്ചതുകൊണ്ട് ആരും മോശമാകുമെന്ന് ആരും വിചാരിക്കണ്ട. കോളേജിൽ പോയതുകൊണ്ടോ യൂണിവേഴ്സിറ്റികളിൽ പോയതുകൊണ്ടോ ഒരാളും മോശമാകുമെന്ന് ആരും വിചാരിക്കണ്ട. മോശമാകുന്നത് വീട്ടിലുള്ള സാഹചര്യം പോലെയാണ്. വീട്ടിലുള്ള സാഹചര്യമാണ് നമ്മുടെ മക്കളെ മോശമാക്കുന്നത്. അതല്ലാതെ കലാലയങ്ങളാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റിയേക്കണം. ചങ്ങാതിമാരാണ് ഒരു കുട്ടിയെ മോശമാക്കുന്നത്. ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് മാറി നിൽക്കാൻ അവരോട് പറയുക.
അവര് മോശമാകും, പ്രണയിക്കും, പ്രേമിക്കും എന്നൊക്കെ മുടന്തൻ കാരണങ്ങൾ പറഞ്ഞ് ഒരു കാരണവശാലും മക്കളുടെ പഠനം മുടക്കാൻ പാടില്ല. പെൺമക്കളെ 18 വയസ്സായി ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ആയാൽ, ഡിഗ്രി പഠനം പൂർത്തിയായാൽ അവരെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം, നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കണം. മദ്രാസ് ഉണ്ട്, യൂണിവേഴ്സിറ്റി ഉണ്ട്, IIT ഉണ്ട്. നിങ്ങളുടെ നാട്ടിൽ തമിഴ്നാട്ടിൽ അറിയപ്പെട്ട പല സ്ഥാപനങ്ങളുണ്ട്, യൂണിവേഴ്സിറ്റികളുണ്ട്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കട്ടെ നമ്മുടെ മക്കൾ. നക്ഷത്രങ്ങൾ കണ്ടുപിടിച്ച മലപ്പുറംകാരി ആ സഹോദരിയെ പോലെ നമ്മുടെ മക്കളും രാജ്യത്തിന് ഉപകരിക്കുന്ന ശാസ്ത്രീയ മേഖലകളിൽ, ഭൗതികമായ മേഖലകളിൽ, രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ മേഖലയിൽ, എല്ലാ മേഖലയിലും തിളങ്ങി നിൽക്കുന്ന ഒരു പെണ്ണായി നമ്മുടെ മക്കൾ മാറട്ടെ. വീട്ടിലുള്ള അന്തരീക്ഷം നല്ല അന്തരീക്ഷമാണെങ്കിൽ, ഉമ്മയ്ക്കും ഉപ്പയ്ക്കും മാതാപിതാക്കൾക്ക് മക്കളോട് നല്ല ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ഒരു മക്കളും വഴി തെറ്റൂല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം. ഒരു മക്കളും വഴി തെറ്റൂല. പല കുട്ടികൾ ഡൽഹിയിൽ പോയി പഠിക്കുന്ന കുട്ടികളുണ്ട്. മദ്രാസിൽ ഞാനൊരു പരിപാടിക്ക് പോയിരുന്നു. മദ്രാസിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ ഇല്ലേ, എന്താണ് ഇതിന്റെ പേര്? സ്ഥിരം ഒരു ട്രെയിന് പോകുന്നില്ലേ, എന്താണ് എന്താ ഒരു ട്രെയിൻ, റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, സ്ഥിരം പോകുന്ന ഒരു ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ഒരു പേഴ്സ് കളഞ്ഞു കെട്ടിയിട്ടുണ്ട്, ഉടമസ്ഥൻ ബന്ധപ്പെടുക. പേഴ്സ് എല്ലാവരും നോക്കിക്കോളി. ആരെങ്കിലും പേഴ്സ് വീണിട്ടുണ്ടെങ്കിൽ ഇവിടെ ബന്ധപ്പെട്ടാൽ മതി. അപ്പോ മദ്രാസ് പോലെ നമ്മുടെ ഈ ചെന്നൈയില്, പിന്നെ കോയമ്പത്തൂരിലൊക്കെ കുറെ യൂണിവേഴ്സിറ്റികളുണ്ടാവും. കേരളത്തിൽ നിന്നൊക്കെ കുറെ ആളുകൾ തമിഴ്നാട്ടിൽ വന്നിട്ട് പഠിക്കുന്നുണ്ട്. അവ പഠിപ്പിക്കുക, പഠിപ്പിച്ചത് കാരണം മക്കൾ മോശാവില്ല. അത് വീട്ടിലുള്ള അന്തരീക്ഷം പോലെയാണ്. ഒരു പാരന്റ്സിന്, രക്ഷിതാവിന് മക്കളോടുള്ള സൗഹൃദ ബന്ധം എങ്ങനെയാണ്, അതിനനുസരിച്ചിട്ടാ മക്കൾ നന്നാവുന്നതും മോശാവുന്നതും ഒക്കെ. എല്ലാം മാതാപിതാക്കളോട് തുറന്നു പറയാനുള്ള ഫ്രണ്ട്ഷിപ്പ് മക്കളുടെയും മാതാപിതാക്കളുടെയും ഇടയിൽ ഉണ്ടാവണം. അത്രേ പറയാം. എല്ലാം തുറന്നു പറയാനുള്ള സൗഹൃദ ബന്ധമുണ്ടാവണം, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണം. ചങ്ങാതിമാരോട് പറയുന്നത് പോലെ മാതാപിതാക്കളോട് എല്ലാം തുറന്നു പറയാനുള്ള ആ ബന്ധം മാതാപിതാക്കളുടെയും മക്കളുടെയും ഇടയിൽ ഉണ്ടാവണം. മുഅ്മിനീങ്ങളെ പറയുന്നത്, ഒരു കാരണവശാലും മക്കളുടെ പഠനം മുടക്കാൻ പാടില്ല. ആണായാലും പെണ്ണായാലും. ആൺമക്കളെ ഇത്ര പഠിച്ചാൽ മതി, ബാക്കി നീ തേയിലത്തോട്ടം നോക്കിക്കോന്ന് പറഞ്ഞ് വിടണ്ട, കൂലിപ്പണിക്ക് വിടണ്ട. പൈസയ്ക്ക് വേണ്ടിയിട്ട് പഠനം മുടക്കരുത്, ജോലിക്ക് വേണ്ടിയിട്ട് പഠനം മുടക്കരുത്. നന്നായിട്ട് പഠിപ്പിക്കുക. പിന്നെ IMSന്റെ പ്രവർത്തകരോട് പറയാൻ, പൈസ ഇല്ലാത്ത കാരണം ആർക്കെങ്കിലും പഠിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ അവരെ സഹായിക്കണം. പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ആർക്കും പഠിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ സഹായിക്കണം. പഠിച്ച് ഉന്നതമായ തസ്തികയിൽ എല്ലാവരും എത്തണം, ഉന്നതമായ ഉദ്യോഗങ്ങളിൽ എല്ലാവരും എത്തണം. IASകാര് വേണം, IPSകാര് വേണം, ജഡ്ജിമാര് വേണം, ജുഡീഷ്യറിയിൽ വേണം. അങ്ങനെ പല മേഖലകളിലും നമ്മുടെ സാന്നിധ്യം ഉണ്ടാവണം. അതുകൊണ്ട് രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്ത് ഈ രാജ്യത്തിന്റെ അഭിമാനമുള്ള മക്കളായി നമ്മുടെ മക്കളെ മാറ്റണം. മതി +2 കഴിഞ്ഞിട്ട് പഠനം നിർത്തുന്ന ആ സ്വഭാവം. ഡിഗ്രി വെറുതെ പോയാ പോരാ, പോയിട്ട് പഠിച്ച് തിരിച്ചു വരണം. ഒരു വിഷയത്തിലും പാസ്സാവാതെ വായ നോക്കിയിട്ട് തിരിച്ചു വന്നിട്ട് എന്താ കാര്യം? അതിനേക്കാളും നല്ലത് വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും ഉപ്പാക്കും ഉമ്മാക്കും സഹായിക്കലല്ലേ. വെറുതെ 3 വർഷം കോളേജിൽ പോയി ഒരു വിഷയം പാസ്സായിട്ടില്ല, എന്താ അതിനേക്കാളും നല്ല വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും ഉമ്മാനും ഉപ്പാനും സഹായിച്ചൂടെ? ആടിനെ പോറ്റി, ആട് പോറ്റിയാൽ 3 വർഷം കൊണ്ട് 10-25 ആടുണ്ടാവും. അങ്ങനെ അങ്ങ് സഹായിച്ചു. പഠിക്കാനാണെങ്കിൽ പോയാൽ മതി, കളിക്കാനാണെങ്കിലും പോകണ്ട, ആരും പോകണ്ട. കളിക്കാനായിട്ട് മക്കളാരും പറഞ്ഞയക്കാൻ വേണ്ട സ്കൂളിലേക്ക്. നിങ്ങൾ മക്കളെ പഠിപ്പിക്കാനാണ് അയക്കുന്നതെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ സ്കൂളിൽ കോളേജിൽ പോകണം, ക്ലാസ് ടീച്ചറെ കാണണം. എന്താ എന്റെ കുട്ടിയുടെ പഠന നിലവാരം ചോദിക്കണം. സെമസ്റ്റർ ഉണ്ടാവും, സെമസ്റ്റർ കഴിഞ്ഞ ഉടനെ അധ്യാപകരെ കാണണം. എത്ര വിഷയത്തിൽ പാസ്സായിട്ടുണ്ട്? നിങ്ങൾക്കൊന്നും അറിയില്ല, ഒരു വിഷയം നിങ്ങൾക്ക് അറിയില്ല, എന്നാലും അവരോട് പോയിട്ട് ചോദിക്കുക, എത്ര വിഷയത്തിൽ എന്റെ കുട്ടി പാസ്സായിട്ടുണ്ട്, എത്ര വിഷയത്തിൽ ഫെയിലായിട്ടുണ്ട്. ഫെയിലായ ടീച്ചറെ കാണാം. എന്താ എന്റെ കുട്ടി ഫെയിലാവാൻ കാരണം? ക്ലാസ് എത്തിക്കുന്നില്ലേ, ക്ലാസ്സിന് വരുന്നില്ലേ, അറ്റൻഡ് ചെയ്യുന്നില്ലേ, കളിയാണോ? എന്നാൽ ഇന്ന് എന്താ പരിഹാരം എന്നതാണ്. ആ പരിഹാരം നിങ്ങൾ ചെയ്തു കൊടുക്കുക. ഓരോ സെമസ്റ്ററിലും കോളേജിൽ പോകും, പഠന നിലവാരം പ്രോഗ്രസ് കാർഡ് പരിശോധിക്കുക, നിരീക്ഷിക്കുക. അവരുടെ കൂട്ടുകെട്ടുകളെ പരിശോധിക്കുക. കഞ്ചാവും മയക്കുമരുന്നും മാഫിയ ലഹരി ഇതൊക്കെ ബന്ധമുണ്ടോ? പ്രണയത്തിനും പ്രേമത്തിനും നമ്പർ കൊടുക്കാനും ജ്യൂസ് കുടിക്കാനും പോവാണോ?
ഇതൊക്കെ ഒന്ന് പരിശോധിക്കണം. നിരീക്ഷണം വേണം. നിരീക്ഷണ ക്യാമറകൾ ഉണ്ടാവണം എപ്പോഴും നിങ്ങളിൽ. അവർ പോകുന്ന വഴി, വരുന്ന വഴി, അവരുടെ കോളേജ്, അവരുടെ ബസ് സ്റ്റാൻഡ്, അവരുടെ ബസ്സുകൾ, അവരുടെ സർവ്വതും, അവരുടെ ബെഡ്റൂം അടക്കം, അവരുടെ ബാഗും, അവരുടെ ബെഡ്ഷീറ്റും, അവരുടെ അലമാരയും എല്ലാം നിങ്ങൾ പരിശോധിക്കണം. പെൺകുട്ടികളുടെ ബാഗിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന, കൊണ്ടു നടക്കുന്ന കാലമാണിത്. മൊബൈൽ ഫോണുകൾ പിന്നെ പറയേ വേണ്ട. അതുകൊണ്ട് അവരുടെ ബെഡ്ഷീറ്റ്, അവരുടെ തലയണ, അവരുടെ ബാഗ്, പുസ്തകങ്ങൾ, അവരുടെ അലമാര എല്ലാം നിങ്ങൾ പരിശോധിക്കണം. നിരന്തരമായി പരിശോധിക്കണം. മക്കൾക്ക് ഒരു ബോധമുണ്ടാണ്, എന്റെ ഉപ്പ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നെ കുരുത്തക്കേട് കളിച്ചാൽ ഉപ്പ പിടിക്കും. കളി നടക്കൂല, ഉപ്പാന്റെ അടുത്ത് കളി നടക്കൂല, ഉമ്മാന്റെ അടുത്ത് കളി നടക്കൂല. ഉമ്മ കുറച്ച് വളഞ്ഞ ആളാണ്, ഉമ്മ കുറച്ച് തേഞ്ഞ ആളാണെന്നുള്ള ബോധം മക്കൾക്ക്. നിങ്ങൾക്ക് ഒന്നും തിരിയില്ലാന്ന് മക്കൾക്ക് തോന്നിയാലോ കുരുത്തക്കേടിന്റെ ഹെഡ് ഓഫീസായിട്ട് മാറും മക്കൾ. എന്റെ ഉപ്പാക്ക് ഒന്നും തിരിയും, എന്ത് കളിച്ചാലും മൊബൈൽ നന്നായിട്ട് കാമുകന്മാരോട് ചാറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കാൻ. ഉപ്പ വരുമ്പോ പെട്ടെന്ന് മൊബൈലിൽ ഖുർആന്റെ ആപ്പ് എടുത്തിട്ട് നോക്കും. യാസീനോ യാസീനോൽ ഖുർആനിലേക്ക് പിന്നെ മുർസലീന്ന് ഓതും. ഇങ്ങനെ ഉപ്പ പോകുമ്പോ വീണ്ടും കാമുകനോട് ചാറ്റ് ചെയ്യും. എന്നാൽ ഈ ഉപ്പാക്ക് കുറച്ചെങ്കിലും വിവരമുണ്ടെങ്കിൽ എന്ത് ഉപ്പ മൊബൈൽ വാങ്ങിയിട്ട് നോക്ക്, എന്താ ഇപ്പൊ കുട്ടി ഇതൊരു ഉപയോഗിച്ചുകൊണ്ടായിരുന്നു, ഏതൊക്കെ ഫയല ഓപ്പൺ ആയിട്ടുള്ളത്. ഉപ്പ കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിലും ഇപ്പൊ നോക്കും. തീരെ അറിയില്ലേ, ഉപ്പാനെ നന്നായിട്ട് ചൂഷണം ചെയ്യും. ഉപ്പാനെ നൈസായി മക്കൾ പറ്റിക്കും. അതുകൊണ്ട് നിരന്തരമായി നമ്മുടെ മക്കളെ നമ്മൾ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുക. ഈ നിരീക്ഷിക്കാന്ന് പറഞ്ഞ മക്കൾ പറയും, എന്ത് ഉപ്പക്ക് എന്നെ വിശ്വാസമില്ലെന്ന് ചോദിക്കും. എന്നെ വിശ്വാസമില്ലേ? വിശ്വാസമില്ലെങ്കിൽ വേണ്ടെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടതൊക്കെ വളവാണ്, വളവാണത്. വിശ്വാസമില്ലായിട്ടൊന്നല്ല, എല്ലാ ഉപ്പമാർക്കും മക്കളെ വിശ്വാസമുണ്ട്. പക്ഷേ സ്നേഹമുള്ളത് കൊണ്ടാണ് പരിശോധിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുക. മോളെ, നീ എന്റെ സ്വന്തമാണ്, എനിക്ക് നീയേ ഉള്ളൂ, എനിക്ക് നീയേ ഉള്ളൂ. നീ തെറ്റിപ്പോയാൽ ഞാൻ അള്ളാന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും. നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പരിശോധിക്കാൻ, നിന്നോട് എനിക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. ആൺമക്കളായാലും പെൺമക്കളായാലും ഇതുപോലെ അവരെ പരിശോധിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് മാതാപിതാക്കളുടെ കടമ എന്നുള്ളത് നമ്മുടെ മക്കളെ വളരെ നന്നായി പഠിപ്പിക്കുക എന്നുള്ളതാണ്. മതവും പഠിപ്പിക്കണം, ഭൗതികതയും പഠിപ്പിക്കണം. അവരുടെ പഠനത്തിന് വിഘാതമാകുന്ന ഒന്നും നമ്മുടെ വീട്ടിലുണ്ടാവാൻ പാടില്ല. കള്ളും കുടിച്ച് വീട്ടിലേക്ക് വന്ന് മക്കളുടെ പഠനം തടയുന്ന പിതാവുണ്ട്. ഉറക്ക ടി വി വെച്ച് സിനിമയും സീരിയലും കണ്ട് മക്കളുടെ പഠനത്തിന് തടസ്സമാവുന്ന മാതാവുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് മക്കളുടെ പഠനത്തിന് തീരെ പ്രോത്സാഹിപ്പിക്കാത്ത കുടുംബങ്ങളുണ്ട്. എല്ലാം മാറ്റി പഠനത്തിന് വേണ്ടി നല്ല സമ്പാദ്യം ചെലവഴിക്കുക, പഠിപ്പിക്കാൻ വേണ്ടി നല്ല സമയം ചെലവഴിക്കുക, പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിന്റെ വിലപ്പെട്ട ഓരോ നിമിഷങ്ങളും അവരെ പഠിപ്പിക്കാനുള്ള ചിന്തയോടുകൂടി നിങ്ങൾ സമയം ചെലവഴിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി അവര് പഠിച്ചു കഴിഞ്ഞ് ജോലിക്ക് പോയാലും പോയില്ലേലും പഠിച്ച ഒരു ഉമ്മയാണെങ്കിൽ, വിവരമുള്ള ഉമ്മയാണെങ്കിൽ, ദീനീ ബോധമുള്ള ഉമ്മയാണെങ്കിൽ, ഭൗതികമായ മേഖലയിൽ നല്ല വിദ്യാഭ്യാസമുള്ള ഒരു ഉമ്മയാണെങ്കിൽ, ആ ഉമ്മാക്ക് ജനിക്കാൻ പോകുന്ന മക്കൾ ഏറ്റവും നല്ല മക്കളായിരിക്കുമെന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. ഇനി ദീനീ ബോധമില്ല, മദ്രസയിലും പോയിട്ടില്ല, കോളേജിലും പോയിട്ടില്ല, സ്കൂളിലും പോയിട്ടില്ല, അങ്ങനെ ദീനീ ബോധമില്ലാത്ത ഉമ്മമാണെങ്കിൽ ചമ്മാടികളായ മക്കളെ അവർക്ക് ജനിക്കുള്ളൂ. അപ്പൊ വീട്ടിൽ മാതൃകാ യോഗ്യരായി മാതാപിതാക്കൾ വളരുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതൊക്കെയാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, മാതാപിതാക്കൾ ഹലാല് തിന്നാൻ പാടുള്ളൂ. ഹലാല് സമ്പാദിക്കുക, ഹലാല് മക്കൾക്ക് തിന്നാൻ കൊടുക്കുക. ഹറാമ് സമ്പാദിച്ച് ഹറാമ് മക്കളെ തീറ്റിച്ചാൽ ആ മക്കൾ നന്നാവൂല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്. നമ്മൾ ഹലാലെ തിന്നാൻ പാടുള്ളൂ, ഹലാലെ സമ്പാദിക്കാൻ പാടുള്ളൂ. നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നത് ഹലാലാവണം. ഹറാമ് മക്കൾ തിന്നാൽ ആ മക്കൾ നന്നാവൂല. ഹറാമ് നിങ്ങളും നന്നാവൂല. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ, ഹറാമിൽ നിന്ന് വളർന്ന എല്ലാ ശരീരവും നരകത്തിലേക്കുള്ളതാണ്. നിങ്ങൾ പോയിട്ട് ഹറാമ സമ്പാദിച്ചു വന്നിട്ട് വീട്ടുകാർക്ക് ഭക്ഷണം കൊടുത്താൽ നിങ്ങൾ കുടുംബസമേതം നരകത്തിലായിരിക്കും. അതിന്റെ അർത്ഥം നിങ്ങൾ എല്ലാവരും, വീട്ടുകാരെല്ലാം തെമ്മാടികളായിരിക്കും. സ്വാലിഹീങ്ങൾ ആ വീട്ടിലുണ്ടാവൂല. കാരണം ഹറാമ് തിന്നുന്ന വീട്ടിൽ സ്വാലിഹീങ്ങൾ വളരൂല. ശ്രദ്ധിച്ചോ, ഹറാമ് തിന്നുന്ന വീട്ടിൽ സ്വാലിഹീങ്ങൾ വളരൂല. ശ്രദ്ധിച്ചോ, ഹറാമ് തിന്നുന്ന വീട്ടിൽ, ഹറാമ് തീറ്റിക്കുന്ന വീട്ടിൽ സ്വാലിഹീങ്ങൾ വളരൂല. അത്രേ പറയാനുള്ളൂ.
അതുകൊണ്ട് ഹറാമ് സമ്പാദിക്കാതെ ഹറാമ് തീറ്റിക്കാതെ മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാമത്തേത് നിരന്തരമായി ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹയെ ഗർഭം ചുമക്കുന്ന സമയത്തും പ്രസവിച്ച ശേഷവും മഹദിയായ ഹന്ന ബീവി റളിയല്ലാഹു അൻഹ ദുആ ചെയ്തത് അല്ലാഹുമ്മ ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുവേ എന്റെ മകളെ എനിക്ക് തരാൻ പോകുന്ന മക്കളുടെ മക്കളെ എല്ലാവരെയും പിശാചിൽ നിന്ന് നീ കാക്കണേ അല്ലാഹ് എന്ന് മഹദിയായ ഹന്ന ബീവി ചെയ്തതുപോലെ റബ്ബി ഹബിലി മിനസ് സാലിഹീൻ, അല്ലാഹുവേ എനിക്ക് സാലിഹീങ്ങളായ മക്കളെ തരണേ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തതുപോലെ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം ദുആ ചെയ്തില്ലേ റബ്ബി ഹബിലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ, അല്ലാഹുവേ ഏറ്റവും നല്ല കൺകുളിർമയുള്ള മക്കളെ തരണേ എന്ന് മഹാനായ സക്കരിയ നബി ദുആ ചെയ്തതുപോലെ റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്തി, അല്ലാഹുവേ എന്നെ നീ നിസ്കാരം നിലനിർത്തുന്നവരാക്കണേ അല്ലാഹ്, വമിൻ ദുർരിയതി എന്റെ മക്കളെയും നിസ്കാരം നിലനിർത്തുന്നവരാക്കണേ അല്ലാഹ് എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തതുപോലെ എപ്പോഴും മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക. പിതാവ് ദുആ ചെയ്യുക, മാതാവ് ദുആ ചെയ്യുക. അങ്ങനെ 5 നേരത്തെ നിസ്കാര ശേഷം ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. പ്രത്യേകിച്ച് ഈ രാത്രി റജബ് 1 രാത്രിയാണ്. ഇന്ന് ദുആ ചെയ്താൽ ദുആക്ക് ഉത്തരമുണ്ട് എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ